ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കൊല്ലം പറയുന്നത് 1223 ഇത് അവലംബമാക്കിയത് വളപ്പിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പ്രധാന കുടുംബനിയായിരുന്ന ബഹുമാനപ്പെട്ട വലിയ ബാബ മുസ്ലിയാരുടെ മകൻ ഹരിഹസൻ കോയക്കുടി മുസ്ലിയാർ മഹാനവർകള് തന്റെ ഓമന പ്രിയ ശിഷ്യനെ കുറിച്ച് അവിടുത്തെ ജനത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ബൈത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വിശാലാർത്ഥകൾ അത് ഹിജറ 1273 നീങ്ങുന്നത്. ഇത് അവലംബമാക്കിയിട്ടാണ് ഇവരുടെ മതത്തിലെത്തിയത്. അപ്പൊ ചോദ്യത്തെ വഴിവാക്കുക എന്ന ചോദ്യമുണ്ട്. തെറജീഹാകുന്നത് റാജിഹാകാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞു. നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരടക്കം ഒട്ടേറെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതും മശഹൂറായതും 1269 ബഹുമാനപ്പെട്ടവര് വഫാത്തായത് ഹിജറ 1322 AD 904 903 പറയാറുണ്ട്. 904 ലാസ്റ്റിലാണ് പഠനക്കൂട്ടങ്ങൾ വരുന്നത്. 1322 49 വയസ്സിലാണ് ബഹുമാനപ്പെട്ട വഫാത്തായതിൽ മുഹമ്മദ് മുസ്ലിയാരുടെ മലയാളിയിൽ 49 വയസ്സിലാണ് വഫാത്തായത്. അതിന് 1322 1322 താഴോട്ട് 49 മൈനസ് ചെയ്യുമ്പോഴാണ് 1273 60 53 വയസ്സ് ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടാകേണ്ടത് അത്ര അവർ ജീവിച്ചില്ല. അതുകൊണ്ടാണ് 1273 റാജിഹ് പറഞ്ഞത്. ഈ മഹാനകുടുംബം വളപ്പിൽ കുടുംബമാകുന്നു. വളപ്പിൽ കുടുംബത്തെ കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം മിൻ സുലാലതി ഉസ്മാന ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ ഉസ്മാൻ തങ്ങളുടെ വംശപരമ്പരയിലാണ് ബഹുമാനപ്പെട്ടവർ പ്രസവിക്കപ്പെട്ടത്, ജനിക്കപ്പെട്ടത്, ജന്മപ്പെട്ടത് എന്നാണ്. ഇത് ശരിയാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഉസ്മാൻ തങ്ങളുടെ പരമ്പരയിലൂടെ വിവരണം ചെയ്യുന്ന ബയാൻ ചെയ്യുകയാണെങ്കിൽ, വിശദീകരിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ മുഈനുദ്ദീൻ ഹിജ്രി അൽ-അജ്മീരി അസ്-സലഫി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട സിഹറൗസിയുടെ സ്വാഹിബികളിൽപ്പെട്ട ഇമാം അബൂ ദാവൂദ് അസ്-സിജിസ്താനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ. ആ അജ്മീർ ഖാജ തങ്ങളുടെ പ്രധാന ശിഷ്യനാണ് ഡൽഹി കണ്ടി വിശ്രമം കൊള്ളുന്ന ബുദ്ധിമുദ്ദീൻ ബഖ്തിയാർ റാഖിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനാണ് പാകിസ്ഥാനിലെ പഴയ പഞ്ചാബ് പ്രദേശയിൽപ്പെട്ട അജോറാൻ സ്വദേശിയായ ബാബ ഫരീദ് എന്നറിയപ്പെടുന്ന ഫരീദുദ്ദീൻ ബെല്ലശേഖർ എന്ന വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നിസാമുദ്ദീൻ ഔലിയ. അങ്ങനെയാണ് ചിശ്തി സിൽസില കടന്നു പോകുന്നത്. ഈ പറയപ്പെട്ട ബാബ ഫരീദിന്റെ കീഴിൽ അറിയപ്പെട്ട ഫരീദുദ്ദീൻ ബെല്ലശേഖർ എന്ന മഹാൻ അവർ കാര്യമായിട്ട് പഠനം നടത്തിയതൊക്കെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ റാഖിബിൽ നിന്നാണെങ്കിലും ഖാലിദിന്റെ ചെറിയ ശിഷ്യത്വം കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ശൈഖ് ഈലാനിയുടെ മകനാം ശിഷ്യനാകുന്ന അബ്ദുൽ ഖാദിർ അൽ-ഖുറാസാനി എന്ന വലിയ മഹാൻ. ഖാദിയും ഖാദിയുടെ ചരിത്രം നോക്കുമ്പോൾ ശൈഖ് ഈലാനിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവിടത്തെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ വായിക്കാവുന്നതാണ്. ഈ പറയുന്ന ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്നത് പഴയ പഞ്ചാബിലെ ഇന്നത്തെ പാകിസ്ഥാനിലെ അശോകാനിയാണോ അതെല്ലാം എറണാകുളം ജില്ലക്ക് അതിർത്തിയിലാകുന്ന അതിർത്തി പ്രദേശം, എറണാകുളം ജില്ലയുടെ ഉള്ളിലെ കോട്ടയത്തിന്റെ അതിർത്തിയാകുന്ന കാഞ്ഞിരമറ്റത്താണോ, അതായത് അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെയും ഇടുക്കിയുടെയും അതിർത്തി പ്രദേശമാകുന്ന തങ്ങൾപ്പാറ വാഗമണിലാണെന്നൊക്കെ പറയത്തില്ലാത്തത്. കാരണം അദ്ദേഹം ധർമ്മത്തിന് വേണ്ടി എല്ലായിടത്തും വന്നിട്ടുണ്ട്. എവിടെയായാലും നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നമ്മളെ ബസ്സിൽ മഹാനഗരങ്ങളാണല്ലോ, അവിടുത്തെ ഹദറുകളാണ് ഹരിയും ചെയ്യുന്നത്. മഹാനഗരങ്ങളെ ഇങ്ങനെ ധർമ്മത്തിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനാകുന്ന മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശത്തലയിൽ പറയപ്പെട്ട
ഉദ്ധാനം ചെയ്യാൻ കിട്ടിയിട്ടാണ് അദ്ദേഹം ധർമ്മത്തിന് പോകാറുള്ളത്. പൊന്നാനിയിൽ മഹദൂമമാരെ കടന്നു വരുന്നത് 550 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് 750 വർഷം മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊന്നാനിയിൽ ഇസ്ലാമിക ദേവത്തിന് വേണ്ടി ബാബ ഫരീദും ശിഷ്യനാകുന്ന ഉസ്മാൻ മുസ്ലിയാർ എന്ന ഉദ്ദാൻ മുസ്ലിയാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവ രണ്ടുപേരുമാണ് പൊന്നാനിയിലെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ ആദ്യത്തെ ജുമാഅത്ത് പള്ളിയും കൂടിയാകുന്ന ഈ തോട്ടുങ്കൽ പള്ളി, അപ്പിത്തോട്ടം എന്നാണ് ഇത് പറയുന്നത്. ആ കോടതിയിൽ ചാരത്തുള്ള തോട്ടുങ്കൽ പള്ളി അവരാണ് കൊണ്ടത്. ആദ്യത്തെ പള്ളിയാണ് ജുമാഅത്ത് പള്ളിയും ആദ്യത്തെ തന്നെയാണ്. പക്ഷേ ഹിജറ 924 അവിടെ വഫാത്താക്കുന്നതിന്റെ 5 വർഷം മുൻപ് പൊന്നാനി വലിയ പള്ളി ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചപ്പോൾ ചുമ്മാ അവിടെ നിർത്തലാക്കുകയാണ് ഉണ്ടായത്. തോട്ടത്തിൽ പള്ളിയിൽ 2009 ചെറുശ്ശേരി പിന്നീട് പുനഃസ്ഥാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഈ പള്ളി ബാബ ഫരീദും ഉദ്ദാൻ മുസ്ലിയാരുമാണ് രണ്ടുപേരും കൂടിയാണ് നിർമ്മിച്ചത്. ഉദ്ദാൻ മുസ്ലിയാരുടെ ഖബർ ഈ പള്ളിയുടെ ചാരയാകുന്നു. അവിടെ പോയാൽ ആൾക്കാർ പറഞ്ഞിട്ട് ഖബറായിട്ടുണ്ട്. ഇവര് ഉസ്മാനും അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിലാണ്. ആ ഉസ്മാൻ തങ്ങളുടെ സന്താന പരമ്പര ഉദ്ദാൻ മുസ്ലിയാരോട് കടന്നു വന്ന് വളർത്തി കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ വംശപരമ്പരയിൽപ്പെട്ടതാണെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, വളപ്പിൽ കുടുംബം എന്ന് പറയുന്നത് മഹദൂം കുടുംബം ആണ് എന്നുള്ളതാണ്. ഇതാണ് വഴുതലക്കാരൊക്കെ പറയാറുള്ളത്. മഹാനവരുടെ കൂടുതൽ ജീവിതം വഴുതലയിലാണ് ഉണ്ടായിരുന്നത്. വഴുതലക്കാരും അവിടുത്തെ ശിഷ്യന്മാരുടെ പറയാറുള്ളത് മഹാനവരുടെ മഹദൂമി വംശജനാണ്. മഹദൂമി വംശജനാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യമനിയ മലബാറിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ശ്രീലങ്ക തലമുറമായി കായപ്പട്ടണത്തിൽ സമീപം സ്ഥിതി ചെയ്യുന്ന കോറാമണ്ഡലത്തിലേക്ക് മഹദൂമികൾ വംശപരമ്പരയിലുള്ളവർ കടന്നു വരുന്നത്. അങ്ങനെ അവർ അവരുടെ നാടിനെ ജനനപ്രദേശമാകുന്ന ജന്മദേശമാകുന്ന മലബാറിൽ നിന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ വലിയ അഹമ്മദ് മഖ്ദൂമി എന്നവർ ഇന്ന് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലെ ചെറുട്ട പള്ളിയുടെ ചായ കൊച്ചനാടിയിൽ മഖ്ദൂമിയാണ് പണിയത്. അവിടെ നിന്ന് സയ്യിദി മഖ്ദൂം എന്നവരുടെ എളാപ്പ ഖാദി സയ്യിദി ഇബ്രാഹിം സിയാറത്ത് പള്ളിയിൽ ഇസ്ലാം കൊള്ളുന്ന അദ്ദേഹം പൊന്നാനിയിൽ വന്നു. അങ്ങനെ മഖ്ദൂം തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ കായൽപട്ടണം, കീഴക്കര, അതുപോലെ ഈ മലബാർ എന്ന ദേശത്തുള്ള മഹദൂമികൾ എല്ലാം ഒരു കുടുംബമാണ്. ആ കുടുംബങ്ങളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് ചേരുന്നത്. അതായത് മഹദൂമികൾ സിദ്ദീഖ് വംശജരാണ്. ഇതിൽപ്പെട്ട നമ്മുടെ ഖതുറുന്നത എന്ന കിതാബ്, അതാണ് ഉസ്വല്, അതിന്റെ ശരത്ത് നമ്മളൊക്കെ കൊടുക്കാറുള്ള കഴിവുള്ള ഇതിന്റെ സ്വാഹിബാണ് പൊന്നാനി പള്ളിയിൽ ആ സിംഗിൾ ചെയ്തിട്ടുള്ള ഖബറിന്റെ ആ ഖബറിൽ കിടക്കുന്ന വലിയ മഹാൻ ഉസ്മാൻ മഖ്ദൂം അൽ മഅദനി. ഇവര് മഅദനിയാണ്, മഖ്ദൂം കുടുംബത്തിൽപ്പെട്ടവരാണ്. തന്റെ കുടുംബക്കാരനാകുന്ന സയ്യിദി മഖ്ദൂം കബീർ വലിയ മഖ്ദൂം തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി പൊന്നാനി ജുമാഅത്ത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ശിഷ്യന്റെ കഴിവും പ്രാപ്തിയും കണ്ട് സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, 3 ആൺമക്കൾ. ഒന്ന് യഹിയ. ഈ യഹിയ എന്ന കുട്ടി വളരെ ചെറുപ്പത്തിൽ വഫാത്തായത്. അതാണ് മഹാനവരുടെ തുല്യത് അബു യഹിയ. രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് റസാലി റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് പതുവഴിയുടെ ഇളയ മകനാണ് അദ്ഹിയുടെ 511ാമത്തെ വയസ്സിന്റെ അവതരണ ഷാഹിദ് അബ്ദുൽ അസീസ് മഖ്ദൂം. ഈ 3 മക്കളാണ്. ആ മക്കളും ഖദീജ, ഫാത്തിമ 2 പെൺമക്കളുമാണ്. അതിൽ ഖദീജ എന്നത് സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു
തന്റെ പ്രിയ ശിഷ്യനാകുന്ന കത്തോലിക്കതയുടെ സാഹചര്യം കല്യാണം കഴിച്ചു. അപ്പോ ഭാര്യ വൈക്കും മഹത്വമാണ്, സ്വന്തം വൈക്കും പിതാവ് വൈക്കും മഹത്വമാണ് ബഹുമാനമായിരിക്കുന്നത്. അവരുടെ വംശത്തിലാണ് ബഹുമാനപ്പെട്ട വളപ്പിലാകുന്ന അഭിപ്രായമുണ്ട്. ആ നിലക്ക് നോക്കുമ്പോ ഉമ്മ വൈക്കും വാപ്പ വൈക്കും അവരുടെ മഹത്വമാണ് എന്ന് മാത്രമല്ല സിദ്ധിയാണ്. അപ്പോൾ ഉസ്മാനി എന്ന് പറയുമ്പോൾ ഉസ്മാനിന്റെ അഫ്ഗാൻ തങ്ങളുടെ പേരമകനായിട്ട് അങ്ങനെയും പറയാം. അല്ലെങ്കിൽ കത്തോലിക്കതയുടെ ഷാഹിഹാകുന്ന ഉസ്മാനിൽ മഴവിലെ പരമ്പരയിലേക്ക് അദ്ദേഹത്തിലേക്ക് ശ്രദ്ധയിട്ട് നിസ്ബ ചെയ്തിട്ട് ഉസ്മാനി എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും ഉസ്മാനങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാളും അറബികളിൽ അജീബികളെക്കാളും അവർ അറബിയാക്കാണല്ലോ. അറബിയിലെ ഏറ്റവും അവർ അത് ഖുറൈശാണ്. ആ ഖുറൈശികളാണ് സിദ്ദീഖ് തങ്ങളും ഉസ്മാൻ തങ്ങളും. ആ ഖുറൈശിയാണ് ബഹുമാനപ്പെട്ട വളർത്തിയത്. എന്നിരുന്നാലും തങ്ങളൊന്നാവില്ല. തങ്ങൾ എന്ന് പറയുമ്പോ ഹാഷിമിന് മുത്തലിക്കുന്ന ഖുറൈശിയിലെ ഉപശാഖ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് തങ്ങളാവുക. അപ്പോ ഇതാണ് മഹാനവരുടെ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പിതാവാകുന്ന വളപ്പിൽ അടുത്ത പിതാവ് എന്നത് അവിടുത്തെ പഠന ഉസ്താദുമായി അതിലേക്ക് കടക്കുമ്പോ തന്റെ പിതാവാകുന്ന അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരിൽ നിന്നാണ് പ്രാഥമിക പഠനം നടത്തുന്നത്. ശേഷം പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ദർശനം ചെയ്യുകയാണ്. അന്ന് അവിടുത്തെ ഉസ്താദുമായി ഒരേ സമയത്ത് പൊന്നാനി പള്ളിയിൽ 4 മുദരിസ്മാരുണ്ട്. അവര് 4 പേര് ബഹുമാനപ്പെട്ട ഉസ്താദാണ്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. കേരളത്തിലെ പരമ്പരയിലെ ഭൂരിഭാഗം ഉമറുൽ ഖാദിയുടെ ഇവരുടെയാണ് കടന്നു പോവുക. ഉമറുൽ ഖാദിയുടെ പ്രധാന ശിഷ്യന്മാരാകുന്ന വലിയ പാപശിയായി, അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറിയ പാപശിയായി നോണക്കടവിൽ അന്ത്യവിശ്രാമം കൊള്ളുന്ന മണലിൽ ഈ 4 മഹത്തുക്കൾ ഇവരാണ് അന്ന് പൊന്നാനി ജുമാഅത്ത് പള്ളിയിലെ അന്ത്യവിശ്രാമം. ഇവരുടെ കീഴിലാണ് വളപ്പിലാണെങ്കിൽ അസീസ് ഉസ്താദ് പഠനം നടത്തുന്നത്. ഇവർക്ക് ശേഷം കറുപ്പാക്കരയുടെ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരുടെ പഠനം. ഇവർ കുറച്ചൊക്കെ പോകുന്നത് കാര്യമായ ലോകങ്ങൾ പോകുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ ഉസ്താദായ വലിയ പാവമുസ്ലിയാരുടെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ മകനും ശിഷ്യനുമായ അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാരിൽ നിന്നാണ് കാര്യമായ പഠനം വളപ്പിലെ നടത്തുന്നത്. ഉസ്താദുമാരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഒന്നാമത്തെ ഉസ്താദ് വലിയ പാവമുസ്ലിയാർ. യഥാർത്ഥ പേര് അഹമ്മദ് ജമാലുദ്ദീൻ എന്നാണ് യഥാർത്ഥ പേര്. മഖ്ദൂമി പരമ്പരയിലെ അലി ഹസൻ മഖ്ദൂമിയുടെ മകനായിട്ട് ഹിജ്റ 1207 ബഹുമാനപ്പെട്ട വലിയ പാവമുസ്ലിയാരുടെ പിതാവാകുന്ന അലി ഹസൻ മഖ്ദൂമിൽ നിന്ന് പഠനം. അതിനുശേഷം നേരത്തെ ഉമറുൽ ഖാദിയുടെ പ്രധാന ശിഷ്യൻ ഉസ്താദാണ് മുഹമ്മദ് പ്രധാന ശിഷ്യന്മാരാണ് ഉമറുൽ ഖാദി, അതേപോലെ അഹ്മദ് മഖ്ദൂം, അതുപോലെ തന്നെ പാലക്കാട് ജുമാഅത്ത് പള്ളിയിലെ ദീർഘകാല മുദരിസായിരുന്ന ഉമറുൽ ഖാദിയുടെ ശരീക്ക് കൂടിയാകുന്ന അമീർ ഹമദാനി എന്ന വലിയ കുട്ടിയായി മുസ്ലിയായി. ഈ 3 അതിൽ അഹ്മദ് മഖ്ദൂമിന്റെ ശിഷ്യനായിട്ടാണ് ബഹുമാനപ്പെട്ട വലിയ പാവമുസ്ലിയായി പഠനം തുടങ്ങുന്നത്. ശേഷം ഉമറുൽ ഖാദിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ദർശനം നടത്തുകയാണ്.
ഹിജറ 1301 1883 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് ഇടപെടുന്നത് പൊന്നാനിയ ഒരുപാട് പഴയ ഖബർസ്ഥാനിൽ തന്നെയാണ് വലിയ ബാബ മുസ്ലിയാരുടെയും കവർന്നത്. രണ്ടാമത്തെ ഗുരുവര്യനാണ് സൈനുദ്ദീൻ മഹ്ദൂം മഹ്ദൂരി എന്ന പേര്. ഇവര് വലിയ ബാബ മുസ്ലിയാരുടെ അമ്മാവനാണ്, ഉമ്മയുടെ അമ്മ. അതോടൊപ്പം വലിയ ബാബ മുസ്ലിയാരെക്കാൾ 1 വയസ്സ് കുറവാണ്. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഹിജറ 1225 1808 ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം മഹ്ദൂരി ജനിക്കുന്നത്. പൊതുവിന്റെ കർത്താവാകുന്ന സൈനുദ്ദീൻ മഹ്ദൂം സഹോദരന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മാഹിൻ മഹ്ദൂമാണ്. മലയാളത്തിൽ മാഹിൻ എന്നൊക്കെ പറയും. മാഹിൻ മഹ്ദൂമാണ് പിതാവ്. പഠനം പൊന്നാനിയുമായിട്ട് പഴി തന്റെ ഭാര്യ പിതാവ് കൂടിയാകുന്ന അഹമ്മദ് മഹ്ദൂം. ഈ അഹമ്മദ് മഹ്ദൂം ഉണ്ടല്ലോ, കാതിലെ ശരിക്കും മമ്മിക്കുട്ടിക്കാതിലെ ശിഷ്യനാണ്. ഈ അഹമ്മദ് മഹ്ദൂമിന്റെ മകൻ മുഹമ്മദ് ഹാജി മഹ്ദൂം മുസ്ലിയാറിന്റെ മകനാണ് കുഞ്ഞമ്പാവ മുസ്ലിയാർ. കുഞ്ഞമ്പാവ മുസ്ലിയാറിന്റെ അമ്മായിക്കാരെയും കൂടിയാണ് അതിൽ. അമ്മായിന്റെ ഭർത്താവിന് ഇവിടെ അങ്ങനെയാണ് പറയുന്നില്ല, അമ്മായിക്കാർക്ക് കൂടിയാണ് മഹ്ദൂം മഹ്ദൂം. അപ്പോ തന്റെ ഭാര്യ പിതാവാകുന്ന അഹമ്മദ് മഹ്ദൂമിൽ നിന്ന് പഠനം ശേഷം പഠനം. അതിനുശേഷം നേരത്തെ പറഞ്ഞ മമ്മിക്കുട്ടിക്കാരുടെ ശിഷ്യനാകുന്ന അലിയിൽ ഹമദാനി എന്ന വലിയ കുട്ടിയാലിക്കുട്ടി മുസ്ലിയാരുടെ കീഴിൽ നാദാപുരം പാലക്കാട് ജുമാഅത്ത് പള്ളിയിൽ പഠനം. ശേഷം ഹറമിൽ പോയിട്ടുള്ള സയ്യിദി മഹ്ദൂം മഹ്ദൂം റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദി അഹ്മദ് സയ്യിദി തഹ്റാൻ ഖുദ്ദിസ സിറൂഹ് മഹാനവർകളുമായിട്ടും തുഹഫയുടെ മഹർഷി അല്ലാമ അബ്ദുൽ ഹമീദ് ശർവാനിയുടെ താമസമായി എന്ന മഹാനൊക്കെ ലോക കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നാദാപുരത്ത് കുറച്ചു കാലം വ്യവസ്ഥയെത്തി. പിന്നീടാണ് പൊന്നാനി പള്ളിയിലേക്ക് മുതക്കി സാധിക്കുന്നത്. ഹിജറ 1305 1887 സൈനുദ്ദീൻ മഹ്ദൂം അഖീർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മഹ്ദൂമിനെ സ്ഥാനം വഹിച്ച ഖബർസ്ഥാനിൽ മഹ്ദൂമാണ് അറിയപ്പെട്ടത്. അങ്ങനെയാണ് സൈനുദ്ദീൻ മഹ്ദൂം അന്തരീക്ഷവും വലിയ ബാബുസ്ലിയാർ ഖബർസ്ഥാനിലാണ്. കാരണം മഖ്ദൂമി സ്ഥാനം കാത്തുകൊണ്ട്. മൂന്നാമത്തെ ഉസ്താദാണ് ചെറിയ ബാബ മുസ്ലിയാർ. കോയാലി മാപ്പിളകത്ത് അബ്ദുൽ ഖാദിർ മഖ്ദൂം മുസ്ലിയാരുടെ മകനായിരുന്നു. ഹിജറ 1240 1820 ചെറിയ ബാബ മുസ്ലിയാർ എന്ന മുഹമ്മദ് മഖ്ദൂം ജനിക്കുന്നത്. പേർക്കാടിൽ പ്രായം 15 വയസ്സ് കുറവാണ്. നേരത്തെ പറഞ്ഞ വലിയ ബാബ മുസ്ലിയാർ സയ്യിദി മഹ്ദൂം മഹ്ദൂം. അതിന് പുറമെ ഈ 3 ഗുരുക്കന്മാരാണ് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായിട്ടുള്ളത്. അങ്ങനെ പഠനം കഴിഞ്ഞ് പൊന്നാനി പള്ളിയിൽ തന്നെ ദർസ് നടത്തി. സയ്യിദി മഹ്ദൂം മഹ്ദൂം ഹിജറ 1305 നേരത്തെ പറഞ്ഞ AD 1887 വഫാത്തായതിനു ശേഷം മഹ്ദൂം സ്ഥാനത്ത് ചെറിയ ബാബ മുസ്ലിയാരാണ് ആ സ്ഥാനത്ത് പറഞ്ഞത്. ഹിജറ 1326 ബഹുമാനപ്പെട്ടവർ വഫാത്തായി. AD 1904 ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ 4ാമത്തെ ഗുരുവര്യൻ നോണക്കടവിൽ അബ്ദുൽകൊള്ളുന്ന സൈനുദ്ദീൻ ബാബി എന്നവരാണ്. പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ കക്കാട് സ്വദേശി ഇക്കത്തിനക്കായി കൊടിയത്തൂരാണ്. അവര് പൊന്നാനി ഓതാമെന്ന്. അങ്ങനെയാണ് ഈ വിനായകന്റെ മർത്തബയിലേക്ക് എത്തിച്ച മഹാനാണ് സൈനുദ്ദീൻ ബാബി എന്നത്. അദ്ദേഹത്തിന്റെ ഈശ്വരാണ് വിൽപ്പമാണ് മണലിൽ എന്ന് പറയുന്നത്. പലമക്കാരെ മുസ്ലിയാർ എന്ന് പറയും. ഓക്കേസ്ഥാനൊക്കെ ഏതിക്കാന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായ സാക്ഷാത്കാരപ്പെടുന്നല്ലോ. ഏറ്റുമുട്ടിയാക്കാന്നാണ് പഴയ കൃത്യമാരെ പറയുന്നത്. സ്വർഗോസായി ഏതി കുട്ടികളുടെ ഭാഗങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം.
അള്ളാഹു രണ്ടുപേരുടെ നിറഞ്ഞു കൊടുക്കുമാറാണ്. അപ്പോ എന്തി മുസ്ലിം എന്നാണ് അവരെ പറയാറ്. ഈ റബ്ബി എന്നുള്ളത് മണലിൽ എന്ന ഈശ്വരനെ മുഹബത്താക്കിയതാണ്, അറബ് വൽക്കൃതമാക്കിയതാണ്. അല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം റബ്ബിയുടെ ആ വർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പേരിട്ടത് അല്ല. അങ്ങനെ അത് ഇതാകരുത് സാധിക്കും. റബ്ബി എന്ന് പറഞ്ഞാൽ നിഹായത്തിൽ മുഹ്താജിന്റെ രചയിതാവാകുന്ന അല്ലാമ മുഹമ്മദ് റബ്ബിയാണ്. അവിടുത്തെ പിതാവാകുന്ന വാലിദ് റബ്ബി ശിഹാബ് റബ്ബി എന്നാണ്. എന്നാൽ സുബ്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സുബ്കി എന്ന അലൈഹിലാകെ പറഞ്ഞാൽ ഇമാം സുബ്കി, അതായത് ഇമാം തഖീയുദ്ദീൻ അബ്ദുൽ അലൈഹി സുബ്കി റളിയല്ലാഹു അൻഹു ആകുന്നു. അദ്ദേഹത്തിന്റെ മകനാകുന്ന ജബൽ ജവാബി എന്ന ഉസൂലുൽ ഫിഖ്ഹിന്റെ ആ മൂലഗ്രന്ഥം അതിന്റെ രചയിതാവാകുന്ന താജുദ്ദീൻ അബ്ദുൽ വഹാബ് സുബ്കിയോ അവിടുത്തെ അച്ഛനാകുന്ന ഒരു ഷറഫുൽ അറൂസ് ലഫറാണ്. അതിന്റെ രചയിതാവാകുന്ന ബഹാവുദ്ദീൻ അഹ്മദ് സുബ്കി എന്ന പേരുള്ള ഇപ്പൊ പറഞ്ഞത് അലിഖിലാഖ് പറഞ്ഞ റബ്ബിയെന്ന് സുബ്കി അങ്ങനെയാണ്. നമ്മുടെ വിഷയം കഴിച്ചാല് മണലിയ മുപ്പ റബ്ബി ഈ റബ്ബി എന്നുള്ള എന്താണ് മറിച്ച് അവിടുത്തെ ഈശ്വരാകുന്ന റബ്ബി എന്ന മണലിൽ എന്നതിനെ അറബാക്കിയതാണ്, അറബ് പരികൃതമാക്കിയതാണ് എന്ന് സാരം. ഇവര് 1249 മുഗൾ ഖാദിയാണ് പ്രധാന പ്രതിനിധി. മുഗൾ ഖാദി കുറച്ചു കാലം കോടതിയിൽ പള്ളിയിൽ ദർശനം, പൊന്നാനി പള്ളിയിൽ നിന്ന്, അതേപോലെ താമസ് വലിയ പൊന്നാനി പള്ളിയിൽ ദർശനം. അന്ന് രണ്ടാമത്തെ ദിവസമാണ്, കാര്യമായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് തന്റെ ശിഷ്യനാകുന്ന നഹമലക്കാർ കുടുംബത്തിൽ ജനിച്ച പറയുന്ന അബൂബക്കർ ബിൻ ഹിഷാം അൽ പരപ്പനു വേണ്ടി ഔപ്പായം. അപ്പൊ ഇവരാണ് രണ്ടാമത്തെ ദിവസം. ഈ രണ്ട് മഹാഗുരുക്കളിൽ നിന്നാണ് പഠനം നടത്തുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ ഉണ്ടാകുന്ന മൂണക്കടവിലും അതേപോലെ പുത്തമ്പള്ളിയിലും തിരുവരങ്ങാടി നടുവിലെ പള്ളിയിലും പൊന്നാനി പള്ളിയിലും തടസ്സം നിർത്തി. ഇപ്പോഴാണ് 4 ഗുരുക്കന്മാർ വലിയ ഭാവസ്യാല് ചെറിയ ഭാവസ്യാല് റംലി എന്ന മണലിൽ മൂപ്പര്, ഈ 4 ആളുകൾ നബർഭാവം അക്കറവും. ഇവര് 4 ആളുകൾ ഒരു കാലത്ത് മുദ്രീസമാരാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പണ്ഡിതന്മാര്, അതായത് വളർത്തിയുടെ സമകാലീനരായ മാനസികങ്ങളായ ആളുകളൊക്കെ ഉണ്ടപ്പോ ഈ 4 ഗുരുക്കന്മാരെയും നമുക്ക് കാണണം. ആരാണ് വളർത്തിയുടെ മാനസികങ്ങൾ? ഒന്ന് കട്ടിലശ്ശേരി ആലിം സുജാരി. ഈ ആലിം സുജാരി എന്ന് പറഞ്ഞാല് അലിയൂരിനാണ് അറബി കിതാബിലൊക്കെ മോഹിതൊക്കെ കാണിച്ചു. അലിയൂരി എന്ന് പറഞ്ഞാൽ വളരെ നാടാവുന്ന കൊളത്തൂര്. ഈ കൊളത്തൂരിന്റെ മഴത്തോടുണ്ട്. അദ്ദേഹത്തിന്റെ ഈശ്വരാണ് കട്ടിലശ്ശേരി. ഇക്കാലത്ത് ഹൈദരാബാദ് ജമാഅത്ത് പള്ളിയിൽ ആദ്യ കഴി വന്നപ്പോ അവിടുത്തെ കാരനായി അവിടെയാണ് മറന്നത്. ഈ കട്ടിലശ്ശേരി ആലിം സുജാരി. ഖിലാഫത്ത് നായകന് നെല്ലിക്കുളത്ത് ആലിം സുജാരിന അലിയും സുജാരി. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള മുസ്ലിയാരുടെ മകനാണ് സുപ്രസിദ്ധമായ നെല്ലിക്കുളത്ത് വഹാബ് മുസ്ലിം. ഇവരുടെ മറ്റൊരു ശിഷ്യന്മാരാണ്, വലിയ ശിഷ്യന്മാരാണ് കുഞ്ഞമ്പാവസ്ലിയാരെന്ന അക്കാലത്തെ ഇമാം റംലി എന്നറിയപ്പെട്ടത്. അക്കാലത്ത് ഇബ്നു ഹൈതമി എന്നറിയപ്പെട്ട തട്ടാങ്കര മുസ്ലിം. അതുപോലെ തന്നെ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ എന്ന മുസ്ലിം മാത്രമേ ഒതുക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അണ്ടത്തോട് അമ്മു മുസ്ലിയാര്, സഫലമായ ഷുജായി മൊയ്തു മുസ്ലിയാര്, മുത്തമ്പള്ളി ഇവരൊക്കെ ഈ 4 പേരിൽ നിന്ന് പഠനം നടത്തിയവരാണ്. ഇവരെ ചരിത്രത്തെ നോക്കുമ്പോൾ ഈ ഉസ്താദുമാരെ കാണുന്നത്. ഇവർക്ക് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു വളപ്പിലെ മുമ്പേക്ക് വളപ്പിലെ ഉസ്താദിനെ 2 ഉസ്താദന്മാരും കൂടിയിട്ട്. ഒന്ന് കറുപ്പാക്ക വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ. കറുപ്പാക്ക വീട്ടിൽ അഹമ്മദ് എന്നവരുടെ മകനായിട്ടാണ് ഹിജ്റ 1253 1836 കറുപ്പാക്ക വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ ചെയ്യുന്നത്. കാര്യമായ പഠനം വലിയ ഭാവം മുസ്ലിയാർ, അതുപോലെ തന്നെ മഹദൂം മാത്രമേ.
തന്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ വന്നപ്പോ ഇത് 1257 മുതൽ 1265 8 കൊല്ലം രണ്ടാമത്തെ വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാം ഘട്ടത്തിലായി 3 വട്ടാണ് വെളിങ്കോട് ദർശനത്തിലേക്ക്. മൂന്നാം ഘട്ടത്തിൽ 65 മുതൽ വഫാത്താകുന്ന 73 കൊല്ലം വരെ 73ാമത്തെ കൊല്ലം വരെ 1273 വരെയാണ് ലാസ്റ്റ് വഫാത്താകുന്ന ആ ടൈം വരെ പിന്നെ നാട്ടിലേക്ക് ദർശനം പോകുന്നത്. ഈ രണ്ടാം ഘട്ടം പൊന്നാനി 2 ഘട്ടം ദർശനം നടത്തിയിട്ടുണ്ട്. ഒന്ന് ഉസ്താദാകുന്ന മമ്മിക്കുട്ടിക്കാലയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു. മമ്മിക്കുട്ടിക്കാല വഫാത്തായപ്പോൾ ഒരു കൊല്ലം അവിടെ മെയിൻ പ്രദേശം ഏതുപോലെയാണ് തൽക്കത്തൂർ പള്ളിയിൽ 983 നെല്ലിക്കുള്ള ബാബു മുസ്ലിയാരുടെ ഓറ്റോസ്ഥാനം ശരി അക്കാലത്തെ ചില അവരുടെ റാങ്കേനാണ് മുഹിയദ്ദീൻ എന്ന നെല്ലിക്കുള്ള ബാബു മുസ്ലിയാർ കിടങ്ങായ ഇബ്രാഹിം മുസ്ലിയാരുടെ ശിഷ്യനാണ്. സ്വർഗദോസ്ഥാനത്ത് കുറച്ച് ഒതുങ്ങി. അദ്ദേഹം 953 വഫാത്തായപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ട് പൊതുവസ്ഥാനം താറാക്കി. അങ്ങനെയാണ് തൽക്കത്തൂരിന് ഒന്നാമത്തെ ദിവസമായി 87 വരെ. അപ്പൊ ഇതുപോലെ മമ്മിക്കുട്ടിക്കാതെ വഫാത്തായ ഉമറുക്കാതെ പൊന്നാനിപ്പള്ളിയിൽ തറക്കി കിട്ടി ഒന്നാമത്തെ ദിവസം. അതാണ് ഒരു ഘട്ടം. പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞ കുറെ 35 വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത്. ആ കാലയളവിൽ മണയ മൂപ്പരുടെ കൂടെ ശരീക്കായിട്ട് പൊന്നാനിപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉമറുക്കാദിയുടെ ശിഷ്യനായി പഠിച്ചിരുന്നു. ഈ 3 ഉസ്താദുമാർക്ക് പുറമെ മഹ്ദൂം കുടുംബത്തിലെ ജളാപ്പാനകം അഹമ്മദ് ഹാജി മുസ്ലിയാരകം മഹ്ദൂമി അദ്ദേഹവും കറുപ്പാക്കയുടെ ഉസ്താദാണ്. ഇത് 1314 ആണ്. 1896 ബഹുമാനപ്പെട്ടവര് പൊന്നാനിയുമായിട്ട് പകർസ്ഥാനം സംഭവം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് കശ്മീർ അവർ ബഹുമാനപ്പെട്ട പ്രധാന ഉസ്താദാണ്. എന്നാൽ നമ്മൾ ഗുരുപരമ്പര കേട്ടപ്പോ മഹദൂമൂടെയാണ് നമ്മുടെ ഗുരുപരമ്പര പോകുന്നത്. വളപ്പിൽ അതിലധികം മുസ്ലിയാര് അവർ നമ്മളെ വളപ്പിലെ മുമ്പേ ഉസ്താദായിട്ട് കാര്യമായ പഠനം അലിഹസൻ ആയതുകൊണ്ടാണ് 500 ആരാണ് അലിഹസൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ വലിയ ഭാവങ്ങൾ ശരിയാണ്. വലിയ ഭാവ മുസ്ലിയാരുടെ മകനായിട്ടാണ് അലിഹസൻ മുസ്ലിയാരി ഹിജ്റ 1263 AD 1846 പിതാവ് ചെറിയ ഭാവം ശരിയാണ്. നേരത്തെ പറഞ്ഞ 4 ഉസ്താദുമാരുണ്ടല്ലോ. മഹാനവറുകളുടെ ഈ ഉസ്താദ് തന്റെ ശിഷ്യനാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ഈ അലിഹസൻ പ്രിൻസിപ്പൽ. വലിയ ബാബ ഉസ്താദ് മുഹമ്മദ് കുട്ടി ഉസ്താദ് ഇങ്ങനെ പല മക്കളുണ്ടായിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമാണ് അലിഹസൻ ഉസ്താദ്. പണ്ടൊക്കെ വാപ്പയുടെ പേരിടാനുള്ള ഒരു ആചരണമായിരുന്നു. ആ നിലയ്ക്കുള്ളതാണ് ബഹുമാനപ്പെട്ടവർക്ക് വലിയ ഭാവം തന്റെ പിതാവാണ്. അപ്പോൾ അദ്ദേഹം പഠനം കഴിഞ്ഞ് പൊന്നാനിപ്പള്ളിയിൽ മുദ്രീസായിട്ട് 1297 തന്റെ 34ാമത്തെ വയസ്സ് വളരെ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട ഈ പണ്ഡിത മഹത്തുക്കളിൽ നിന്നാണ് പഠനം നടത്തുന്നത്. എല്ലാ വിനോദവും സർവ പുരോഗതികളും ഉദ്യമ കരസ്ഥമാക്കി ദർശ മേഖലയിലേക്ക് ഇറങ്ങണം. അങ്ങനെ അവർ ദർശ ആരംഭിക്കുന്നത് പൊന്നാനിപ്പള്ളിയാണ്. സ്മാരം വരെ കാണാം. ഓരോരുടെ വപ്പാകുന്നവരെ കഴിഞ്ഞിട്ട് ഇനി ആദ്യം മനസ്സിലാക്കുന്നത് 982 വരെ പൊന്നാനിയിലെ മുദ്രീസ്മാരുടെ ശമ്പളം കിട്ടാം. വളരെ തടസ്സം വിട്ടല്ലേ അതിന് പല മുദ്രീസ്മാരുടെ പല മൂലയ്ക്ക് ഉണ്ടാകും. ഒരുപാട് കുട്ടികളെ ഇതാണ് ആദ്യം ശമ്പളമാണ് മുദ്രീസ് വല്ലപ്പുഴ കാര്യത്തിലാണ്. അതിന്റെ
ഇതിന്റെ മുമ്പുള്ള ഞാൻ പറഞ്ഞ ഒരു മുതലാണ് കേന്ദ്രീകൃത വ്യവസ്ഥയും ഒരു മുതലിലേക്ക് ഇഷ്കാല് വന്നിട്ട് വരാൻ ഇവരെ ശേഷം അതുപോലെ ഒരു കൊല്ലം 1.5 കൊല്ലം ശേഷം വലിയ തമിഴ്നാട്ടിന്റെ പാനി കോട്ടയം വന്നിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ വന്ന് ഓർമ്മമാരെ വിരാമത്തി പിടിച്ച് അങ്ങനെ ഓരോരുത്തർ പിന്നെ ഇങ്ങനെ കുറെ ആളുകളെ അവിടെ നിന്ന് പിന്നീട് ഓരോരുത്തർ സ്വന്തം ദിവസമായിട്ട് പഠനാനുണ്ട് പഠനം കുറച്ച് കാലം കുറച്ച് അതിനുശേഷം ഇപ്പൊ സേവനസ്ഥലങ്ങളാ പറയുന്നത്. അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ പുറത്തേക്ക് ജുമാഅത്ത് പള്ളിയിലാണ് ആ പുറത്തിയിലാണ് ബഹുമാനപ്പെട്ട വളർത്തിയ അതായത് നേരത്തെ പറഞ്ഞ 3ാം ഖലീഫ ഉസ്മാൻ തങ്ങളുടെ പരമ്പരയിലാണോ അതെല്ലാം സിദ്ദീഖ് പരമ്പരയിലാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇവരുടെ പരമ്പരയിൽപ്പെട്ട അബ്ദുൽ ഖാദിർ അസ്സാനി ഷേഖ് ഈഗായിലേക്ക് ചേർത്തിട്ടാണ് ഇതിന്റെ സാനി എന്ന് പറയുന്നത്. ദൈവമാസം സ്വയം കാര്യക്കാരനാണ്. അവരാണ് പുറത്തിയ ശില്പമാരുടെ ഏറ്റവും വലിയ പിതാവാണ്. അദ്ദേഹമാണ് ഹമദാനിലെ രാജാവിന്റെ പുത്രനായിരുന്നു ഇവിടേക്ക്. അദ്ദേഹത്തിന്റെ മകൻ കമാലുദ്ദീൻ ഷേഖ് അൽ കല്ലായി, അദ്ദേഹത്തിന്റെ മകനാണ് വിശ്രമം കൊള്ളുന്ന നൂറുദ്ദീൻ ഹമദാനി. ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടിക്കാരുടെ ശിഷ്യനുമായ അരീഖ് ഹമദാനി എന്ന വലിയ കുട്ടിയായിട്ട് അദ്ദേഹം ഈ പരമ്പരയിൽപ്പെട്ടതാണ്. അപ്പോ ഈ മഹത്വങ്ങൾ അന്വേഷണമുള്ള പുറത്തീ പകാമോ അതിന് ചാരത്തുള്ള ആ പള്ളിയിൽ പോയതൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ പള്ളി ബഹുമാനപ്പെട്ട ഉസ്താദ് രണ്ടാമത്. മൂന്നാമതായി ദർസ് നടത്തുന്നത് നെട്ടൂര് ജുമാഅത്ത് പള്ളിയിൽ എറണാകുളം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബുഖാരി പൊന്നാനി ലക്ഷദ്വീപിലെ കവരത്തിയിലേക്ക് പോയ മുഹമ്മദ് ബുഖാരിയുടെ മകനായി ജനിച്ച ലക്ഷദ്വീപിലെ കവരത്തിൽ ജനിച്ച മോളി ബുഖാരി. അദ്ദേഹം മധ്യവിശ്രമമുള്ളത് കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളിയിൽ സമീപമുള്ള മുലാമണ്ഡാമിയാണ്. അദ്ദേഹത്തിന്റെ മകനും മരുമകനുമാണ് ചാവക്കാട് ബുഖാരിയിലുള്ള ബുഖാരി സാദാത്തുകളുടെ പിതാവാകുന്ന അഹമ്മദ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉണ്ടാക്കിയ ഇബ്രാഹിം സക്കറാന മസ്താനങ്ങൾ. അവരുടെ മകനാണ് ബുഖാരിയെ പാടുകയും വൈദ്യുതീകരണമുണ്ടാക്കിയ ഫഖറുദ്ദീൻ കോയക്കുട്ടി. മറ്റൊരു മകന്റെ പരമ്പരയിലാണ് നമ്മളെ മഹ്മൂദ് തങ്ങളൊക്കെ ജനനം കൊണ്ടത്. പറഞ്ഞു വരുന്നത് ഈ അഹമ്മദ് ബുഖാരിയുടെ അമ്മാവനെ കൂടിയായ മോഹൻ ബുഖാരി. ഈ മൗലൻ ബുഖാരിയാണ് എറണാകുളം ജില്ലയിലെ ഈ നെട്ടൂർ ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചത്. മൗലൻ ബുഖാരിയുടെ ശിഷ്യനാണ് അല്ലഫൽ എന്ന ആ പ്രവാചക അനുരാഗത്തിന്റെ അത് വിശദീകരിക്കുന്ന കൃതിയാകുന്ന അല്ലഫൽ അലിഫിന്റെ രചയിതാവാകുന്ന ഉമറുൽ ഖാദിനി എന്നത്. ഈ ഉമറുൽ ഖാദിനി സദഖത്തുല്ലാഹിൽ ഖാദിനിയുടെ മൂത്ത പുത്രി ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഇളയ മകനാണ്. സദഖത്തുല്ലാഹിന്റെ പേര് കുട്ടിയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട മൗലൻ ബുഖാരിയാൽ നിർമ്മിക്കപ്പെട്ട എറണാകുളം ജില്ലയിലെ നെട്ടൂർ ജുമാഅത്ത് പള്ളിയിലാണ് 3ാമത്തെ മഹാനഗര. 4ാമതായി എന്നാൽ സുദീർഘമായ 15 വർഷം ബഹുമാനപ്പെട്ട വളരെ മുമ്പ് ദർസ് നടത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ജുമാഅത്ത് പള്ളിയാണ്. ഇങ്ങനെ 4 പള്ളിയിലാണ് മഹാനഗര ദർസ് നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ ശിഷ്യ സമൂഹത്തെ കേരളത്തിൽ മഹാനഗർ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ കേരളീയ പരിപാടികളിൽ കൂടുതൽ ആളുകളും ഈ പരമ്പരയിലൂടെയാണ് പോകുകയും ചെയ്യുന്നത്. ഏതാണ് പ്രസിദ്ധരായ ശിഷ്യരെ എന്നെ കൂടി പറയാൻ ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ ശിഷ്യൻ മൗലാന ഇവരാണ് പ്രധാന ശിഷ്യൻ, പ്രസിദ്ധരുമായ ഒരു ശിഷ്യൻ. മമ്പറങ്ങളുടെ ബഹുമാനപ്പെട്ട ഉമറുൽ ശരീക്കാരി പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ മമ്മിക്കുട്ടിക്കാരുടെ ശിഷ്യനായി
അതോടൊപ്പം തന്നെ മുമ്പ് തങ്ങളുടെ മകനാകുന്ന സയ്യിദ് ഫാദിൽ മുത്തഫായെ കണ്ടാണ്ട് ഉസ്താദുമായ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ പോരാടിയത് കാരണമായിട്ട് ഈ രീതിയിലൊക്കെ സേവനം ചെയ്തിരുന്ന കൊണ്ടോട്ടി വലിയ ജുമാഅത്ത് പള്ളിയുന്ന കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാഅത്ത് പള്ളി ഒമാന ശുഹദാ സംബന്ധ പള്ളി അവിടെ അപ്പൊ അവിടെ നിന്ന് കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ സംസാരിച്ചതിന് പോരേണ്ടി വന്നവരാണ് മമ്പുറങ്ങളുടെ ശിഷ്യനും പൊതുവിൽ പൂക്കാത്ത ഉസ്താദും ഉമറുൽഖാദയുടെ ശരീരവും മമ്മിക്കുട്ടിക്കാതെ ഗർസിയ ശിഷ്യനും നിങ്ങളുടെ മുൻകാലത്ത് ചുരുക്കത്തിലുണ്ടാവണേ അവരായ സാരിയത്ത് ഹുസൈഹാരി ഇതിനെക്കാളും മുത്തായി എന്നാണ് പറയുന്നത് ഹുസൈൻ ഹുസിയാരി ചിലർ ഇസായി എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയായാലും വേണ്ടില്ല ഏതാണ് അപ്പോ ഈ മൂന്നും പറയാറുണ്ട് ഹുസൈഹാരി ഈ ഹുസൈഹാരിയുടെ പ്രസിദ്ധരായ രണ്ട് ആൺമക്കളാണ് ചാരിത്രത്തിൽ അലിഹസൻ മുസ്ലിയാർ ഈ അലിഹസൻ മുസ്ലിയാരെ 10 വാർഡ് മലയാളത്തിൽ നിവർത്തനം ചെയ്തു പക്ഷേ പരമ്പരയിൽ വഹാബികൾ വന്നപ്പോൾ അത് ഒരിക്കലും മദീനത്തിലേക്ക് എന്നെ കൊണ്ടേ വെച്ചിരുന്നെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട ഒരാളുടെ അനുസ്മരണ കൃതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരു മകനാണ് ചാരിത്രത്തിൽ അബ്ദുള്ള മുസ്ലിയാർ അവര് ഇയാനത്തിമാരും മലയാളത്തിൽ പരിഭാഷ അതൊക്കെ പുള്ളിക്ക് മദീനത്തിലേക്ക് ആര് പോയാലും മറ്റൊരു നമ്മളൊക്കെ കുറെ ശ്രമം നടത്തിയിരിക്കുകയാണ് കാണാൻ പോപ്പിട്ടാണ് കാണാൻ. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല് ഇവരാണ് ഹുസൈഹാജിന്റെ ആൺമക്കൾ. എന്നാൽ ഹുസൈഹാജിന്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ മകനായിട്ട് പൊന്മണ്ഡം പഞ്ചായത്ത് തിരൂർ താലൂക്കിൽ പൊന്മണ്ഡം പഞ്ചായത്തിലെ ആകർശ്ശേരി മൂത്താട് കാണ എന്ന വലിയ തറവാടിത്തമുള്ള കുടുംബത്തിലാണ് ഇത് 1866 മൗലാന ചെറുപ്പത്തിൽ തന്നെ ആ വൃദ്ധത വന്നപ്പോ ഉമ്മയുടെ ഭവനത്തിലാണ് മൗലാന വളർന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ ഹുസൈനെ കാണാൻ കഴിയുന്നില്ല. ഹുസൈനെ 3 കൊല്ലം മുമ്പ് 1281 വഫാത്തായി പോയി. അപ്പോ മൗലാന മഹാനവറുണ്ട് ഉമ്മയുടെ ഭവനത്തിൽ വളർന്നു. അങ്ങനെ ഊട്ടിക്കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഉർഫന്റെ മുത്തർജി ബഹുമാനപ്പെട്ട ചാലകെന്ന അമ്മാവൻ അദ്ദേഹത്തിന്റെ ഇവിടെ മാടി നടുക്കപ്പെടുന്നത്. അമ്മാവൻ അവിടെ നിന്ന് ചെറുകുരുമാനത്തിലേക്ക് മാറിയപ്പോ പിന്നെ മുദരീസായി വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലിപ്പോ ഒരു ശിഷ്യനായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടത്തോട് അമ്മ മുസ്ലിയാരാണ് ഇരുന്നത്. മൗലാന ചാലകത്ത് അമ്മ മുസ്ലിയാരിലേക്ക് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് ചെറിയ ശിഷ്യനായ എന്നാൽ വലിയ മുസ്ലിയാർക്ക് ശിഷ്യത്വം അങ്ങനെ കണ്ടിട്ടില്ല. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരുടെ കോടഞ്ചേരി പാപ്പ അദ്ദേഹം ഹറമിൽ ഓതിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത് പഠിക്കുമ്പോ അന്ന് ജൂനിയറായി പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ് ഇന്തോനേഷ്യൻ സ്വദേശിയും മക്കയിൽ പിൽക്കാലത്ത് ഇവിടെ താമസക്കാരനുമാക്കിയ സയ്യിദ് ബക്കീർ എന്ന അബൂബക്കർ വിദ്യാർത്ഥി എന്ന സ്വാഹിബ് ധ്യാനത്തിന്റെ കടപ്പാട്. ചിലവർക്ക് പരിശീലനൊക്കെ പറയാം രേഖ കൊണ്ടുവന്നാൽ ഞാൻ അംഗീകരിച്ചു. അപ്പൊ അവര് പറഞ്ഞു പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവരെടുക്കുന്നത് കോടഞ്ചേരി പാപ്പാൻ എടുക്കുന്നത് സയ്യിദ് ബക്കീർ ചില പത്തോളിക്ക് വേണ്ടി ചില വിവാഹത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ സയ്യിദ് ബക്കീറിന്റെ ഉസ്താദാണ് കോടഞ്ചേരി പാപ്പ. അന്നത്തോടെ അമ്മ മുസ്ലിയാർക്ക് ശേഷം ചാലകത്തിന്റെ ഉമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ പരപ്പെട്ട പള്ളി നടുക്കപ്പള്ളി. അമ്മ മുസ്ലിയാർക്ക് കോടഞ്ചേരി പാപ്പയാണ് അവിടെ മുദരീസായി വന്നത്. കോടഞ്ചേരി പാപ്പയുടെ കീഴിലും മൗലാന ചാലകത്തിൽ പഠിച്ചു. അതിനുശേഷമാണ് മൗലാന പന്നാഹിയിലേക്ക്. അങ്ങനെ അന്നത്തെ ഇബ്രാഹിം ഹൈതമി എന്നറിയപ്പെടുന്ന പ്രധാന മുസ്ലിയാർ മഹാനുഭാവയിൽ നിന്ന് കൃതികളുടെ മൂലഗ്രന്ഥമാകുന്ന ഇമാം അബ്ദുറഹ്മാൻ അൽ ഖസ്വീനി എന്ന ഖതീബുൽ ഖസ്വീനി നമ്മുടെ ദേശീയങ്ങളൊക്കെ പറഞ്ഞ ഖതീബു ജാമിഉ മിഷ്കാത്ത് ഡമസ്കസ് ലിമാൻ പള്ളിയുടെ ഖതീബ് അങ്ങനെയുള്ള ഖതീബിന്റെ പേര്
അപ്പോ ബഹുമാനപ്പെട്ടവരുടെ ചാലികൾക്ക് ഓതിയത് കുട്ടിയാമോസ്താൻ എന്നാണ് പറയുന്നത്. ദിവസം മാത്രമല്ല തസറും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പറയുന്നത് അതിന് മാത്രമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യമായ പഠനം പൊന്നാനിയിൽ നടത്തുന്നത് വളപ്പിൽ അഭിലാഷി ഉസ്താദില്ല. വളപ്പിൽ അബ്ദുൽ ഉസ്താദിൽ നിന്നാണ് ഈ രചനയിലുള്ള ചാലകത്തിന് കഴിയുന്നത്. അതുപോലെ ഈ മന്ദിരക്ക് മഹാനി എന്ന കിതാബിലൊക്കെ കാര്യമായി പഠനം നടത്തിയതും ഇതൊക്കെ വളപ്പിൽ അഭിലാഷി ഉസ്താദിൽ നിന്നാണ്. അങ്ങനെയാണ് മൗലാന ചാലകത്ത് പൊന്നാനമത് റാജി ഹിജറ 1304 വേലൂരിൽ ബാക്കിയാത്ത സ്വാലിഹാത്തിലേക്കും ബാക്കിയാത്തിലെ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് ബാനി ഷാഹ് അബ്ദുൽ വഹാബ് ഹസ്രത്ത് മഹാനഗരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസമുണ്ടായി അവിടെ പോകുന്നതാണ്. ചിലവര് പറയാറുണ്ട് കേരളത്തിലെ ആദ്യമായിട്ട് ബാക്കിയാത്തിന്റെ ഒന്നാമത് ബാക്കിയാണ് മൗലാന ചാലകത്ത്. ആ വാദം തെറ്റാണ്. ചാലകത്തിനെക്കാട്ടി മുമ്പ് എത്രയോ ആൾക്കാർ ബാക്കിയാണ്. ഇനി പറയാനുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബാക്കി എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ചാവക്കാട് ബുഖാറ സാധാരണ അതിലെ അഹമ്മദി ബുഖാരി എന്ന ആദ്യത്തെ ആള്, അവരെ മോൻ ഇബ്രാഹിം സിദ്റാൻ ഗുജറാത്തിയുടെ ആള്, അവരെ മകൻ വൈറ്റുന്യം കോയക്കുട്ടി തങ്ങൾ പാടുവര്, അവരുടെ മകൻ വൈറ്റുന്യം കോയക്കുട്ടി തങ്ങളെ കവർ കണ്ടിരുന്ന പാടുവര് പള്ളി. ഇത് തൊട്ടു ചാലൊക്കെ തന്നെ ഒരു കവർ കാണാം. മകനാകുന്ന ഈസൽ ബുഖാരി കോയ ബഹുമാനപ്പെട്ടവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബാക്കിയായിട്ടുള്ളത്. രണ്ടാമത് ബാക്കിയായത് ആരാണെന്ന് വെച്ചാൽ സ്വർഗത്തുള്ള ഉസ്താദിനെയാണ്. ഇതൊക്കെ ചാലകത്തിനെക്കാട്ടി എത്രയോ പ്രായമാണ്. ചാലകത്തിന് കുറച്ചും കൂടി കഴിവിട്ടാണ്. പിന്നെ പറയാറുണ്ട് മൗലാന അബ്ദുൽ തങ്ങളുടെ ഓളക്കുളം ഇദ്ദേഹം കേരളത്തിലെ മൂന്നാമത്തെ ബാക്കിയാന്ന് പറയുന്നത്. അതിന് 1903 ബാക്കിയാവ് 1757 എങ്ങനെ മൂന്നാമത്തെ ഭാഷയാകാം? ഈ ഗീതത്തിന്റെ കയ്യിൽ 1974 ഇറങ്ങിയ ബാക്കിയാറിന്റെ 100ാം ഭാഷയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് 1890 മുതലുള്ള ഒരുപാട് വാർത്തകൾ മലയാളികളുടെ ഇന്ത്യയിൽ തന്നെ രേഖപ്പെടുത്തി. പിന്നെ പാങ്ങൽ ഉസ്താദിന്റെ ശിഷ്യനാണ് ഉസ്താദാകുന്ന തട്ടാങ്കര കുട്ടിയാം ഉസ്താദിന്റെ ശിഷ്യനായ കരിമൻ അഹമ്മദ് മുസ്ലിയാരാണ് ചിലർ പറയുന്നത് രണ്ടാമത്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ചാലകത്ത് ബാക്കിയായിട്ട് ചോദിച്ചാല് ഷാഫി അബ്ദുൽ വഹാബ് ഹസനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ നല്ലൊരു പിരിഞ്ഞ് ലത്തീഫിയയിൽ പോയി ചേർന്ന് അവിടെ 6 വർഷം നടത്തി പഠനം നടത്തി. അതിന്റെ ഇടയിലാണ് മൂക്കില് ദശന്റെ അസുഖം വരുന്നത്. ഈ മൂക്കില് ദശന്റെ അസുഖം വന്നിട്ട് ഇത് മാറാൻ വേണ്ടി മുത്തുപ്പേട്ട ദർഗയിൽ പോയിരുന്നു. അപ്പോഴാണ് മുത്തുപ്പേട്ട സ്വദേശിയും പൊന്നാനി വഴിയിലേക്ക് മാറുന്ന വഴിയിൽ വേണ്ടി ശിഷ്യനായി പഠനം നടത്തിയ ബഹുമാനപ്പെട്ട അഹമ്മദുൽ അതിരാപട്ടണത്തിലേക്ക് ഇസ്ത ചെയ്തിട്ടാണ് അദ്റാമി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അതിരാപട്ടണം റഹ്മാനിയ കോളേജിന്റെ സ്ഥാപകൻ. അദ്ദേഹമായി കണ്ടുമുട്ടി അദ്ദേഹത്തിന് പരത്തിലെ ചില വിഷയങ്ങളും ദാരിദ്ര്യങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ, വ്യാസനാണ് നായം, ഇതൊക്കെ ഇങ്ങനെ ചർച്ച വന്നുകൊണ്ടാണ് മഹാനഗരങ്ങളിൽ ഇവരുടെ വിഷയത്തിൽ കാര്യങ്ങൾ അങ്ങനെ വിശാലത പോകുന്നുണ്ട്. അങ്ങനെ വന്നിട്ടാണ് ഇവിടെ നടക്കുന്നത്. ആ വിവാദങ്ങൾക്ക് മൊത്തം കാര്യം. അപ്പൊ അതിനാണ് റഹ്മാനിയെ കുറച്ച് പിടിച്ചത്. അങ്ങനെയാണ് സാലയത്ത് കുഞ്ഞഹമ്മദാജി നേരെ പറഞ്ഞ നടുവിലപ്പുഴയിൽ തന്റെ ഉമ്മയുടെ ഭവനത്തിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സാലിയത്ത് കുടുംബം ഒത്തുപ്പ് ചെയ്ത റഹ്മൽ പള്ളിയിൽ ദർശനം. അതിനുശേഷം കണ്ണൂർ ജില്ലക്കപ്പുറത്തുള്ള മാഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തുള്ള പിരിമാഴിയിലും അതുപോലെ തന്നെ നല്ലടത്ത് പുളിക്കടിയും ദർശനം. പുളിക്കൽ നാണ് ഇവിടെ വിഷയം പറഞ്ഞത്. അതിനുശേഷം വാഴക്കാട് ധാരണ അവസാനമായി മണ്ണാർക്കാട് മാറ്റുപള്ളി അവിടെ ദർശനമെത്തി. അങ്ങനെ മുതബീസായി 1919 1838 തന്റെ 55 55ാമത്തെ വയസ്സിലാണ് കാളവണ്ടിയിൽ കാളയുടെ ഉടമ കൂടിയാകുന്ന വാപ്പന്നെ അങ്ങനെ പറഞ്ഞു. കാളവണ്ടിക്കാരൻ നടന്നു. കാളവണ്ടിയുടെ ഉടമയുടെ തന്നെ കാളവണ്ടിയെ മുജിത്തുകൊണ്ടെന്നാണ് തിരുവരങ്ങാടിയിൽ. അങ്ങനെ മൗലാന ചാലകത്ത് 55ാമത്തെ വയസ്സിലാണ് വഫാത്താവുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യ പരമ്പരയാണ് കേരളത്തിൽ. മറ്റൊരു ശിഷ്യനാണ് പുതിയാപ്പുഴ മുസ്ലിയാണ്. വലിയ തറവാട്ടുകാരല്ല. ഇസ്ലാമിക തറവാട് സ്വത്തുക്കൾ നോക്കിയിട്ടാണ് തറവാട്.
അപ്പോ അങ്ങനെയുള്ള ഒരു തറവാട്ടി എറണാകുളം ജില്ലയിലെ ആലുവ കടുത്ത 7 കിലോമീറ്റർ അപ്പുറം പാനായിക്കുളം കരുവേലിപ്പറമ്പിൽ അഹമ്മദ് ആയിഷിമ എന്നിവരുടെ മകനായിട്ട് ഇത് 1295 പുതിയാപ്പുഴ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കേൾക്കുന്നത്. സ്വദേശത്ത് കുഞ്ഞുണ്ണിക്കരയിൽ ഹൈദർ മുസ്ലിയാരുടെ കീഴിൽ പഠനം, ശേഷം നെട്ടൂർ ജുമാഅത്ത് പള്ളിയിൽ വടക്കുൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ കീഴിൽ പഠനം, അതിനുശേഷം പൊന്നാനിയിൽ വന്നു കുഞ്ഞമ്പാവ മുസ്ലിയാരുടെയും തട്ടാങ്കര കുഞ്ഞാമ ഉസ്താദിന്റെയും കീഴിൽ പഠനം, ശേഷം ദർസ് മേഖലയിലേക്ക് മഹാനവർ കാലഘട്ടത്തിൽ നോക്കുകയാണ്. ഒട്ടേറെ ശിഷ്യന്മാരുടെ ഇരമ്പാലശ്ശേരി കുഞ്ഞാമത് മുസ്ലിയാർ, കൈപ്പറ്റ മമ്മൂട്ടിയിലെ ഉസ്താദ്, ആത്മീയ വഴിയിലെ ഷിഹാബുന്ന, ചെറിയ മണ്ഡലം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ അവസാനത്തെ കാലത്തെ ശിഷ്യരാണ് അണ്ടിക്കാടൻ വഴി പുറകോടിനടുത്തുള്ള അണ്ടിക്കാടൻ വഴിയിലെ നമ്മുടെ AK ഉസ്താദിന്റെ കേളാപ്പള്ളി ഉസ്താദുമായ AK കുഞ്ഞറമുട്ടി മുസ്ലിയാർ, 7 തങ്ങന്മാരുടെ മൂത്ത ആളായ തങ്ങന്മാരുടെ മൂത്ത അടിയനായ ഭാര്യയുടെ വലിയ ആളായ യാസി മുത്തുപ്പാട് ES മുത്തുപ്പാട് എന്നുള്ള വലിയ ചേട്ടൻ ഹാമിദ് കോരമുത്തങ്ങൾ, അതുപോലെ തന്നെ ഷേഖ് ഹസൻ അൽ ഹവറി, ഇവരൊക്കെ ബഹുമാനപ്പെട്ട പുതിയാപ്പുഴ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. കാലഘട്ടത്തിന് ശിഷ്യന്മാരെ വെച്ചതാണ് വിശാലമായിട്ട് മഹാനവറുകളിൽ സംസ്ഥയുടെ സ്ഥാപിത കാലം മുതലേ സീനിയർ പ്രശാന്തന്മാരാണ്. 1379 1959 ഒഫാത്തായി നമ്മുടെ കാഞ്ഞിരമുക്ക് ജുമാഅത്ത് പള്ളിയിൽ സമീപം പ്രത്യേക അടയാളപ്പെടുത്തി അപ്പുറത്തെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന മകന്റെ കപ്പത്തിലും ഭാര്യയുടെ കപ്പറക്കപ്പുറത്തും കുറ്റാമൂലയുടെ ഈ കുറ്റാമുസ്താദിന്റെ കീഴിലെ പഠനം നടത്തി ശിഷ്യന്റെ കഴിവും കുറ്റാമുസ്ലിയാരുടെ അവരുടെ സ്വത്തുള്ള ആളാണ്. അങ്ങനെ കഴിവും ഇതൊക്കെ കണ്ടു കാണട്ടെ മകളാകുന്ന ഖദീജ എന്ന അനിമത്തായ മകളെ ബഹുമാനപ്പെട്ട കല്യാണം കഴിച്ചു. അങ്ങനെയാണ് കരുവാരപ്പറമ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പുതിയാപ്പുഴ അവസ്ഥ. ഓക്കെ, അപ്പോ ഇതാണ് രണ്ടാമത്തെ ശിഷ്യൻ. മൂന്നാമത്തെ ശിഷ്യൻ വളവന്നൂർ മുദരിസായിരുന്ന കാഞ്ഞിരമറ്റേക്ക് ഫരീദ് മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർ 1295 ഇത് 1295 1877 നേരത്തെ കൊള്ളൂർ എന്ന് പറയപ്പെടുന്ന എറണാകുളം ജില്ലക്ക് അതിർത്തി കോട്ടയം ജില്ലയുടെ ചാലക്കുള്ള കാഞ്ഞിരമറ്റത്ത് ചെന്നത് ബഹുമാനപ്പെട്ട പുതിയാപ്പുഴ ഉസ്താദിനോട് കൂടെ നെട്ടൂർ ജുമാഅത്ത് പള്ളിയിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ ശിഷ്യനായി പഠനം, ശേഷം തട്ടാങ്കര കുഞ്ഞാമ മുസ്ലിയാർ കുഞ്ഞമ്പാവ മുസ്ലിയാരുടെ കീഴിൽ പഠനം, അതിനുശേഷം കൽപ്പകഞ്ചേരി കടുത്ത കടുങ്ങാതുകൊണ്ട് വളവന്നൂർ പഴയ ജുമാഅത്ത് പള്ളിയിൽ കാലസ്ഥലം. അങ്ങനെ പടിക്കുട്ടി മുസ്ലിയാരെ വടകരക്കടുത്ത വള്ളിയാടുകളിൽ കല്യാണം കഴിച്ച് ഭാര്യയുടെ നാട്ടിലാണ് അന്ത്യശ്രമം കൊടുത്തത്. ഇവര് രണ്ടാളും പുതിയാപ്പുറവും ഷെരീഖന്മാരാണ്. ഒരേ കാലത്ത് ജയിച്ചവരാണ്, ഒരേ കൊല്ലം വഫാത്തായത്. ഹിജ്റ 1379 1959. വളവന്നൂരിൽ പടിക്കുട്ടി മുസ്ലിയാരെ നബറല്ലാഹു മർക്കദഹു അദ്ദേഹം അവസാന കാലത്ത് തലക്കത്തൂർ പോയിക്കാണ് സ്വതന്ത്രസ്ഥാനിൽ കിതാബ് ഓതാനുണ്ടെങ്കിൽ സ്വതന്ത്രസ്ഥാനിൽ ദൈവ കണ്ടിട്ടുണ്ടെന്ന് കണ്ടുകാണിരുന്ന പടിക്കുട്ടി മുസ്ലിയാരെ കുറിച്ചുള്ള അനുഷ്ഠാന കൃതികളിലൊക്കെ വായിക്കാവുന്നതാണ്. നാലാമത്തെ ശിഷ്യനാണ് വെള്ളിയത്ത് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ എന്ന പരൂര് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ. ചാവക്കാട് താലൂക്കിൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ പാലങ്ങാട് സമീപമുള്ള പരൂര് ദേശത്ത് ഹിജ്റ 1297 ഈ കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ കാര്യമായ പഠനം ഉസ്താദിന്റെ അടുത്താണ്. അന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തായിരുന്ന പരീക്കുട്ടി മുസ്ലിയാർ, പുതിയാപ്പുഴ ഉസ്താദ്, അതുപോലെ തന്നെ ആയഞ്ചേരി തറക്കണ്ടി അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവരൊക്കെ. പിന്നീട് കൂടല്ലൂർ ജുമാഅത്ത് പള്ളി വളാഞ്ചേരിക്ക് സമീപമുള്ള പാലക്കാട് ജില്ലയിൽപ്പെട്ട കൂടല്ലൂർ ജുമാഅത്ത് പള്ളി, കോക്കൂർ ജുമാഅത്ത് പള്ളി. കോക്കൂർ ജുമാഅത്ത് പള്ളി നഗരത്തിലൊക്കെ പറയുകയാണെങ്കിൽ പാലക്കപ്പുറം പള്ളിക്കാൻ പറയാം. അതിന്റെ ഫലമായ ശിജാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫലമുണ്ട്. ഇതൊന്നല്ല അരവിന്ദാന്ന് പറഞ്ഞ പാലക്കപ്പുറം പള്ളി 160 വർഷം പഴക്കമുള്ള പഴപ്പള്ളി കേട്ടു. ഈ കോക്കൂർ പള്ളി ഇവിടങ്ങളിലൊക്കെ ദർശനം നടത്തി. പരുവിൽ വെച്ച് ഇത് 1380 960 മഹാനവറുകൾ വഫാത്തായി
തന്റെ വീടിന് ചാരയുള്ള പള്ളിക്ക് സമീപമാണ് വെള്ളിയെട്ട് കുഞ്ഞാഹുസ്തിയായി അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനവറുകളുടെ മറ്റു ശിഷ്യരാണ് കാട്ടുപുറം ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുമ്പോഴുള്ള പ്രധാന ശിഷ്യരാണ് അമ്മൂക്കാരി മുസ്ലിയാർ. നേരത്തെ പറഞ്ഞു കാട്ടുപുറം ജുമാഅത്ത് പള്ളിയിൽ 15 വർഷം ബഹുമാനപ്പെട്ട ദർസ് നടത്തി. ഇത്തരം 1306 ബഹുമാനപ്പെട്ടവരെ കാട്ടുപുറം ജുമാഅത്ത് പള്ളി മുദരീസായിരുന്നു. ഹിജറ 1111 കണ്ണന്തറ എന്ന പുരാതന തറവാടിത്ത സമ്പത്തിന്റെ ഉടമകളാവുന്ന ആ കുടുംബത്തിനാൽ നിർമ്മിക്കപ്പെട്ട നിസ്കാരപ്പള്ളിയായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് വടുതല കാട്ടുപുറം പള്ളി. ഹിജറ 1274 നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും 1774 ഇന്ന് കാണുന്ന രീതി പള്ളി ഇവിടെ കൊടുത്തത് 275 ഹിജറ 1275 അത് ജുമാഅത്ത് പള്ളിയായി മാറ്റപ്പെടുകയും ചെയ്തു. അവിടെ ആദ്യ പൊതുവ നിർവഹിച്ചത് പൊന്നാനി പള്ളിയിൽ നെഹ്വിലെ പാഠവം കണ്ട് ഒന്ന് പരീക്ഷിക്കാൻ വന്നതാണ് ജലാലിയ വാസീബിലെ രചയിതാവായ ഇമാമുൽ അറസന മാപ്പിള അനലി ദർബാ സാഹിബ്. സ്വന്തത്തിന്റെ കുടുംബക്കാരനാണ്. സ്വന്തയുടെ പേരക്കുട്ടിയെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അവരും മൊത്തവും കുടുംബത്തിൽ തന്നെ സിദ്ദീഖ് എത്തിച്ചേരുന്നവരാണ്. കായൽപട്ടണത്തിൽ ഹിജറ 1232 ജനിക്കുന്നത്. 1316 വഫാത്ത്. അവരാണ് 1275 കാട്ടുപുറം ജുമാഅത്ത് പള്ളിയിൽ ആദ്യമായി ദർസ് പുതുമ നിർവഹിച്ച് വലിയ മഹത്വങ്ങളെ കൊണ്ടുവന്ന് ജുമാ ആരംഭിക്കാന്നുള്ളതാണ്. അവർ പൊന്നാനി പള്ളിയിൽ ഇങ്ങനൊരാളുണ്ടെങ്കിൽ പൊതുവിൽ പോയ മുസന്നിഫിന്റെ പരമ്പരയിലുള്ളതാണ് വലിയ നെഹരിയാണെന്നൊക്കെ കണ്ടുകൊണ്ട് പരീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മാസൂയവരിന്റെ ആ നെഹറിയുടെ പാഠവും കണ്ട് അവിടെ കുറച്ച് ഓദിക്കുന്നത്. ഓദിയത് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മാസൂയവരിന്റെ മകനാണ് ഈ ബാബ മുസ്ലിയാരി നമ്മുടെ കിതാബുണ്ട് അതിലേക്ക് ചെയ്യാറ്. അവരൊക്കെയാണ് ഓടിയിട്ടുണ്ട്. ഈ ജലാലിയാറിന്റെ ശിഷ്യനാകുന്ന ഈ പറയപ്പെട്ട സാഹിബിന്റെ ശിഷ്യനാകുന്ന തിരുവനന്തപുരം ജില്ലയിലെ മൂവാർ സ്വദേശി നോഹ് മുസ്ലിയാരുടെ ശിഷ്യനാണ് വക്കം ഓടുന്നത്. അന്നയാളൊക്കെ ഉദ്ദേശിച്ചത് ഇക്കാലത്താണ് വിദ്യാർത്ഥിയിലേക്ക് വിദ്യാർത്ഥിയിലേക്ക് പോകണം. അപ്പോ അതാണ് പരമ്പര ശാസ്ത്രീയാക്കളാണ്. അപ്പോ ബഹുമാനപ്പെട്ട കാട്ടുപുറം ജുമാഅത്ത് പള്ളിയിലെ മഹാനുഭവങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ണൂർ കുടുംബത്തിൽപ്പെട്ട മൂസക്കുട്ടി ഹാജിയും അദ്ദേഹത്തിന്റെ ഇബ്രാഹിം അമ്മിന്റെ പുത്രനാകുന്ന നീന സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ട മൊയ്തീൻകുട്ടി ഹാജി രണ്ടാണ്. അങ്ങനെയാണ് അവിടെ ദർസ് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിദ്ധ ശിഷ്യനാകുന്ന അമ്മുക്കാരി മുസ്ലിയാരുടെ ഓടാൻ കഴിഞ്ഞു. അമ്മുക്കാരി മുസ്ലിയായ കാട്ടുപുറം പള്ളിയുടെ ശിഷ്യനാണ്. ഈ പറഞ്ഞപ്പെട്ട മൂസക്കുട്ടി ഹാജിയുടെ മകനാണ് അമ്മുക്കാരി മുസ്ലിയാർ. ഹിജറ 1287 ജനനം. കാട്ടുപുറം പള്ളിയിൽ ആദ്യ ദർശനം വളപ്പിലെ മുമ്പ് ദർശനത്തിൽ മഹദൂം കുടുംബത്തിൽപ്പെട്ട പൊന്നാനിക്കാരനായ മുസ്ലിയാരാകുക. അതിനുശേഷം ബഹുമാനപ്പെട്ട വളപ്പിലെ മുമ്പ് 1306 അവിടെ ശിഷ്യനായി തുടർന്നു. 1314 വരെ 8 കൊല്ലം. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ തന്റെ ഉസ്താദാകുന്ന തന്റെ ഉസ്താദാകുന്ന ചെറിയ ബാബുശ്ശേരിയായി പൊന്നാനി പള്ളിയിലുണ്ട്. മറ്റൊക്കെ വഫാത്തായി പോയിട്ടുണ്ട്. ചെറിയ ഭാഗം എന്താണ് ആസുൽ മഹദൂമി, വലിയ ബാബുശ്ശേരി ഇന്ത്യയുടെ വഫാത്തായി പോയിട്ടുണ്ട്. പിന്നുള്ളത് ആരാണ്? ബഹുമാനപ്പെട്ട ചെറിയ ബാബുശ്ശേരിയാണ്. 326 വഫാത്ത്. ബഹുമാനപ്പെട്ടവരെ എടുത്ത് വന്ന് വിളക്കത്തിരുന്ന് മുസ്ലിയാരപ്പെട്ട മേടിച്ചു. എന്നിട്ട് കാട്ടുപുറം പള്ളിക്ക് സമീപമുള്ള ചന്ദിയൂർ വിമാനപ്പള്ളി ദർസായിരുന്നു. അങ്ങനെ ഉസ്താദ് അവിടുത്തെ പിരിഞ്ഞപ്പോ അവിടുത്തെ ദർസ് മുന്തരിസാക്കി പോകാതിരിക്കാൻ വേണ്ടി മാറി പോകാതിരിക്കാൻ വേണ്ടി അവിടെ പിന്നെ മുന്തരിസായി മതിയത് അമ്മുക്കാരി മുസ്ലിയാരെയാണ്. അമ്മുക്കാരി മുസ്ലിയാരാണ് ആ ഭാഗത്തുള്ള ഒരു പ്രധാന ശിഷ്യൻ. മറ്റൊരു ശിഷ്യനാണ് മൂസൽ ബർദരി എന്ന വടുതല മൂസ മുസ്ലിയാരി. ദക്ഷിണന്റെ പ്രസിഡന്റ് അയാളാണ്. അദ്ദേഹം കുറെ മുമ്പത്താണ്. കുത്തുബിനങ്ങാടി പറയാൻ കുത്തുബിനങ്ങാടി ഒരു വയസ്സ് മുമ്പുണ്ട്. ഹിജറ 1298 മൂസൽ ബർദരി എന്ന വടുതല മൂസ മുസ്ലിയാരി ജനിക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹിയുദ്ദീൻ എന്ന കുഞ്ഞിബാബ മുസ്ലിയാരെയും ബാപ്പ അഹമ്മദ് എന്നവരെ അവിടെ വളപ്പിലെ മുമ്പ് വതാനിരിക്കുന്നത്.
വളപ്പിന് മുമ്പ് അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ നമുക്കായ പഠനം നടത്തി. അദ്ദേഹത്തിന്റെ മനോഹരമായ തഴിയാതെ ഒരു കൃതി വളപ്പിന് മുമ്പിനും ഒക്കെ ഞെങ്കലായി എഴുതി വെച്ച കൃതി ദക്ഷിണന്റെ നേതാവായിരുന്ന മുഹമ്മദ് ഈസാ ഫാദിൽ മുംബൈ എന്നൊരാളുടെ ഇപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ കവികളിൽ കിട്ടാൻ ശ്രമിച്ചോക്കിയാൽ കാണുന്നുണ്ടോ. അപ്പോ ഇവരൊക്കെയാണ് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ ശിഷ്യൻ. ഇനി വളപ്പിൽ അബ്ദുൽ അസീസ് ഉസ്താദിന്റെ രചനകൾ പറഞ്ഞ് നമുക്കെന്താകാം രചനകളിൽ ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ രചനകൾ ഒട്ടേറെയുണ്ട്. അതിന് ആദ്യത്തെ രചന എന്ന് അനുമാനിക്കപ്പെടുന്നത് തന്റെ 26-ാമത്തെ വയസ്സിൽ 1296 1879 വിധിച്ച ശാസ്ത്രത്തിലെ പ്രസിദ്ധ കൃതിയാണ് അല്ലാമ ഇബ്രാഹിം സഞ്ചാരിയുടെ ഇതിനെ മഹാനഗരങ്ങളെ പദ്യരൂപത്തിലാക്കിയതാണ് ഈ റുംദത്തുത്തഴീഫ്. തന്റെ 23-ാമത്തെ വയസ്സിൽ പൊന്നാനി മുസരിസായിരിക്കുമ്പോഴാണ് മഹാനഗരങ്ങളിലേക്ക് അത് രചനയാകാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു പുറത്തിൽ ശേഖ് പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അവിടെ ദർസ് നടത്തുമ്പോഴാണ് പുറത്തിലെ ഷെയ്ഖാകുന്ന അബ്ദുൽ ഖാദിർ സാനിയെ കുറിച്ചിട്ട് മൗലിദ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോതാറുള്ള ബദർ മൗലിദും രചിച്ചത് ഈ പറയപ്പെട്ട പുറത്തി പള്ളിയിൽ. ചിലർ പറയാറുണ്ട് വടുതല കാട്ടുപുറ വിമാനത്തിൽ പള്ളിയാണ്. അത് ഒരു നിലക്ക് ശരിയാണ്. ഇങ്ങനെ ജുമ ചെയ്യാന്ന് വെച്ചാൽ അവിടെ മഹാനവറുകളെ കുറിച്ചൊരു മൗലിദ് ഉണ്ട്. ആ മൗലിദിന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു കമാലിന്റെ ഭർത്താവ്. അദ്ദേഹം കണ്ണന്തറ കുടുംബാംഗമാണ്. അപ്പോ അവർക്ക് ഇങ്ങനെ അഫ്വാഹം നൽകൽ ഇന്നലെ രേഖപ്പെടുത്തുന്നത് കല്ലാതെ ഇത്ര അഫ്വാഹം നൽകിയില്ല. അതുകൊണ്ടാണ് ഖിലാഫാണ് കുറെ വരുന്നത്. അപ്പൊ പറയണെന്താന്ന് വെച്ചാല് അവരൊക്കെ പറയണം അവരോട് അന്വേഷിച്ചു ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അവിടുത്തെ ഓരെ സ്വന്താക്കാൻ വേണ്ടി അതുപോലെ അവർക്ക് തിരിച്ചത് ഇങ്ങനല്ലേ പറയാതെ പുറത്തിൽ വെച്ചിട്ടല്ലേ ചോദിച്ചപ്പോ പുറത്തിൽ വെച്ചിട്ട് തന്നെയാണ്. രണ്ടാമത്തെ പബ്ലിക് രണ്ടാമത്തെ ആയിട്ട് പുനഃപ്രസിദ്ധീകരിച്ചത് തൃശ്ശൂർ സ്ഥാനത്തൊക്കെ പറയാൻ അത് നടന്നത് ഈ പറയപ്പെട്ട കാട്ടുപുറം പള്ളിയിൽ വെച്ചാണ്. മറ്റൊരു മൗലിദാണ് ഇമാം ബദവി പറയപ്പെട്ട ഇമാം ബദവി. ഈ ബദവി തങ്ങളുടെ മൗലിദ് അത് കെവിയുണ്ട് വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെയുള്ള രചനയാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞത് ബദവി മൗലിദ് പുറത്തിട്ട മൗലിദ് താരീഫ് അതുപോലെ തന്നെ ബദർ മൗലിദ് ഈ രചനകൾ. മറ്റു ഒട്ടേറെ കൃതികളുണ്ട്. മഴദിന്റെ നേതൃത്വത്തിൽ ഖലീൽ തങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ ഈ പറയപ്പെട്ടതല്ലാത്ത കൃതികൾ ജമ്മു ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കുറച്ച് കൃതികളെ ജമ്മു ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യപരമ്പര നേരത്തെ പറഞ്ഞു ഒട്ടേറെ അതിൽ ചിലരുടെ ശിഷ്യമാരത് നമ്മൾ വേണ്ടി നമ്മളാകുന്ന കേരളീയ ഉലമാകൾ മഹാനഗരങ്ങളോട് എല്ലാ നിലവും കടന്നു. ഒന്ന് നസബത്ത് നോക്കുമ്പോൾ ഉസ്മാനിയാണെന്ന് സിദ്ധിക്കുകയാണ് മഹ്റൂമിയാണ് കഴിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഒഴിവൊക്കെ മഹാനഗരങ്ങളുമായി ബന്ധിച്ച് കിടക്കുന്ന കേരളീയ ഒരു പരമ്പരയിൽ നമ്മളെ പരമ്പര കടന്നു പോകുന്നത് ഒട്ടുമിക്ക പരമ്പരയിൽ കടന്നു പോകുന്നത് മൗലാന സാഹിത്യത്തെ കുഞ്ഞാഹത്തെ ഹാജിയിലൂടെയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ അയച്ചതോടാണ് ഹാജിന്റെ വട്ടം അപ്പോ മഹാനവറുകളുടെ ശിഷ്യന്മാരെ എഴുതുന്നില്ല. പ്രസിദ്ധനും പ്രഗത്ഭനുമായ ശിഷ്യനാണ് തങ്ങൾ. ഇവരുടെ നാട്ടുകാരാണ്, ഏഴാമക്കാരനാണ്. പിൽക്കാലത്ത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിന് സമീപം മാഹിക്ക് കണ്ണൂരിന് സമീപം തന്നെയാണ് മാഹി കേന്ദ്രമായ പ്രദേശമാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. പോണ്ടിച്ചേരി ഒരു ജില്ല. അതിൽപ്പെട്ട ചൊക്ലിയിൽ നിന്ന് കല്യാണം കഴിച്ചതുകൊണ്ടാണ് ചൊക്ലിക്കാരനായി പറയുന്നത്. ഒന്ന് കുതിരി തങ്ങളുടെ രണ്ട് ആയഞ്ചേരി തറക്കണ്ടി പോട്ടി 3 ജാനുസിയായി കുടിയോട് ജാനുസിയായി തുടങ്ങിയതായി വലിയതായി പുതിയ ശ്രീമാ മുസ്ലിയായി. അതുപോലെ തന്നെ
ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നമ്മുടെ ചെറുശ്ശേരി ജയിലിൽ ഉസ്താദിന്റെ വാപ്പ മുഹമ്മദ് മുസ്ലിയാരുടെ വാപ്പയുടെ ജയിലിൽ അവരുടെ അനുജനാണ് ഈ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഈ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജയിലിൽ മുസ്ലിയാരുടെയും പെങ്ങളുടെ മകനാണ് നമ്മുടെ തേജീബുൽ ഫുതൂഹിന്റെ രചയിതാവാകുന്ന ശിഷ്യനും കൂടിയാണ് ആരും നാലകത്ത് മരക്കാരി മുസ്ലിയാർ. അപ്പോൾ ഈ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നാലകത്ത് മരക്കാരി മുസ്ലിയാർ, വൈത്തല മുഹമ്മദ് പാപ്പ, വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ പ്രവർത്തനങ്ങൾ തെക്കൻ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഉലമാരും നേതാക്കന്മാരെ തൊഴിലായതുകൊണ്ടുള്ള പ്രതിസന്ധി കണക്കിലെടുത്ത് ഇവിടുത്തെ ഉലമാവ് പറഞ്ഞതാണ് തിരുവച്ചി ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ. 54-ലാണ് 57-ലാണ് കേരളം വന്നത്. അങ്ങനെയാണ് ഇതിന് സബ്ബായിട്ട് ഇവരുണ്ടാകുന്നത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി. അന്നൊക്കെ അത് സമസ്തന്റെ കീഴ്വഴക്കയിലൊക്കെ പോകണം. നമ്മളെ കിടങ്ങൻ ഇബ്രാഹിം മുസ്ലിയാരുടെ ശിഷ്യനാണ് തഴവ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, കൊല്ലം ശിഹാബുദ്ദീൻ മൗലവി, മവാലിബുദ്ദീൻ ആദ്യത്തെ നാശികർ. അദ്ദേഹമൊക്കെ അവിടെ എന്താണെന്ന് ചോദിച്ചാല് കിടങ്ങൻ ഇബ്രാഹിം മുസ്ലിയാരുടെ ശിഷ്യനാണ്. ഇവരൊക്കെ പ്രസിഡന്റ് ആയ കാലത്തൊന്നും ബന്ധിയതോട് യാതൊരു വിട്ടുവീഴ്ച. പിന്നെയാണ് ഇവരിങ്ങനെ വിട്ടുവീഴ്ച വന്നി ഒരു നിസ്കരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും കടത്തില്ല. അപ്പൊ പറഞ്ഞു എന്താ ചോദിച്ചാല് ഇത് ഉണ്ടാക്കിയത് അതിന് തൈവ ശിഹാബുദ്ദീൻ മുസ്ലിയാരൊക്കെ പറയാറുണ്ട് നമ്മൾ സംസ്ഥാന സർപ്പല്ലേ, അതെങ്ങനെയാണ് അതിന് ഉലമാ നിർദ്ദേശം ആ കൊല്ലം പോകേണ്ടി എന്ന് പറയാറുണ്ട്. ഇന്ന് ദക്ഷിണക്കാരൻ ഇതിന് തെയ്യം ചെയ്യണമെന്നാല് ബഹുമാനപ്പെട്ട കൊല്ലം ശിഹാബുദ്ദീൻ മൗലവി എന്ന് പറഞ്ഞാൽ മുപ്പര് വിലായത്തിലുള്ള വലിയ മഹാനല്ല. മുപ്പര് ജലത്തിന്റെ ഹാൻഡ് പറയും. ആ ഹാൻഡിന്റെ അങ്ങനെ ഈ കൊല ഈ നയനിലപാടുകളുടെ മാറ്റമാണ്. ഒരാൾ മുസ്ലിം സ്ത്രീയാര് ചെറിയ കൂടുതൽ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. മൊത്തം വിഷയത്തിന് ആദ്യം വേണം, ചർച്ച വേണം. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് ദക്ഷിണ കേരള ജമിയത്തിൽ മാന്യമായി ഉണ്ടാക്കുന്ന രൂപപ്പെടുന്ന തിരുപ്പച്ചി ജമിയത്ത് കേരളയാണ് 954. അതിൽ ആദ്യം പ്രസിഡന്റ് ആരെന്ന് വെച്ചാല് മൗലാന ചായകുത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാവുന്ന കരുനാഗപ്പള്ളി മുസ്ലിയാണ്. അപ്പൊ ഇവരൊക്കെ മൗലാന ചായകുത്തിന്റെ ശിഷ്യന്മാർ. ഈ പറയപ്പെട്ട നാദാപുരത്ത് കൂടെയാണ് ഒരാൾക്കാർ 50 വിഷയമായത്. ഇവിടെ ഒട്ടേറെ പണ്ഡിതന്മാർ ഒന്നിട്ട് സ്വതക്കത്തുസ്ഥാന പരമ്പര, കണ്ണീർസ്ഥാന പരമ്പര, കൈപ്പറ്റി ബിലാകുട്ടി സ്ഥാന പരമ്പര, ഇതിൽ കൂടെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു ചാലകത്തിന്റെ ഒരു ശിഷ്യനാണ്. പക്കമൗലിന്റെ അടുത്ത് ആദ്യം ഒഴിഞ്ഞ ചാലകത്തിന്റെ അടുത്ത് കോതാമെന്നാണ്. കോതോട് ബാപ്പുട്ടി മുസ്ലിയാർ, കോടഞ്ചേരി ബാപ്പുട്ടി മുസ്ലിയാർ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കോടഞ്ചേരി നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൈപ്പറ്റി ഉസ്താദ് കുറച്ചൊക്കെ ഓടിയിട്ടുണ്ട്. അതേപോലെ മംഗലാമത് കുഞ്ഞിപ്പോകർ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നമ്മുടെ കേരളത്തിന്റെ പരമ്പരയിൽ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരിലൂടെയാണ്, ചാലകത്തിന്റെ ശിഷ്യന്മാരിലൂടെയാണ് ഒട്ടുമിക്ക 99% പണ്ഡിതന്മാരും കടന്നുകയുണ്ട്. ആ നിലയ്ക്ക് ഒരു പരമ്പരയിലെ പ്രധാന തന്മയാകുന്നു കുളപ്പുഴ കടലാക്കി ഉസ്താദിന്റെ വിൽപ്പനന്മാർ തോന്നുണ്ടെങ്കിൽ 4-6 ഉസ്താദുമാരുണ്ടെങ്കിലും അവരെക്കാൾ കാര്യമായിട്ട് ഒരു കോയക്കുട്ടി മുസ്ലിയാരിക്കുന്നായതുകൊണ്ട് കോയക്കുട്ടി മുസ്ലിയാരി സയ്യിദ് മഹദൂം മഖീദ് ഉമറുൽ ഖാദി അങ്ങനെയാണ് പോവാറുള്ളത്. നേരെ വളർന്ന ഒരു ഉസ്താദി അല്ലെങ്കിൽ സയ്യിദ് മഹദൂം മഖീദിലേക്ക് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രധാന ഉസ്താദ് എന്ന നിലയ്ക്ക് അങ്ങനെ കഴിയില്ല. മഹാനവരുടെ വഫാത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹിജ്റ 1322 ആണ് വഫാത്ത്. റജബ് 20 പതിസപ്പുണിയുണ്ട്. റജബ് 20 ശനിയാഴ്ചയാണ്. ദുഹാ സമയത്താണ് നമ്മൾ ഈ പരിപാടി. ദുഹാ സമയത്താണ് ബഹുമാനപ്പെട്ടവർക്ക് വഫാത്താകുന്നത്. പൊന്നാനിയിലാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിന്റെ ഖിലാഫ് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ടവർ വഫാത്താണ് 1922. സാധ്യതകളൊക്കെ പറഞ്ഞതും രേഖപ്പെടുത്തി വെച്ചതും ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രാമം കൊള്ളുന്നത് കോടമ്പിയകം പള്ളി എന്ന സംസ്കാരത്തിന്റെ ചാലയുള്ള ആ. ഇതിനെപ്പറ്റി പറയുന്നത് ബഹുമാനപ്പെട്ട വസിയത്തുണ്ടായിരുന്നു. ഐദുറൂസി തങ്ങന്മാർ അബ്ദുറഹ്മാൻ ഐദുറൂസി റളിയല്ലാഹുവിന്റെ കേരളത്തില് പൊന്നാനി രാത്രി വന്ന ഐദുറൂസി തങ്ങന്മാർ. അതിന്റെ മോനെ, അദ്ദേഹത്തിന്റെ ഒരു മോനെ മലപ്പുറത്ത് പോയി. ആ മലപ്പുറം പരമ്പരയിലാണ് ഇന്നത്തെ ചെറുവായിട്ടുള്ള. അതുകൊണ്ടാണ് ഈ പൊന്നാനി വീട്ടിലെ പോലെ അതേ തരം അവിടെ കാണും. അത്ര വലുപ്പം ചെയ്യുന്നത്. വേറൊരു മോനെ ചാവക്കാട് പോയി. ചാവക്കാട് പരമ്പരയിലാണ് സ്നേഹിതങ്ങളൊക്കെ വന്നത്. അപ്പൊ പറയണം കഴിച്ചാൽ ഐദുറൂസി തങ്ങന്മാർ. ഈ ഐദുറൂസി സാദാത്തിന്റെ ഖബർസ്ഥാനാണ് ആ ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാനിൽ
സയ്യിദുമാരുടെ മുജാവറത്ത് സ്വഹബത്ത് ലഭിക്കാനാണ് അദ്ദേഹം അവിടെ എന്തായാലും മറവ് ചെയ്തത് എന്ന് ആണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, മഹദൂമുമാരും ആരും ശുഭ്രത്തിനെ കാംക്ഷിച്ചവരോ പ്രതീക്ഷിച്ചവരല്ല, ശുഭ്രത്തിനെ താല്പര്യപ്പെട്ടവരുമല്ല. അതുകൊണ്ട് തന്നെ അവരെ കബർ അങ്ങനെ അടയാളത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ അള്ളാഹു അവരുടെ മഹദൂമുമാരുടെ ദറജകളൊക്കെ മാനിച്ച് അള്ളാഹു മഷൂറാക്കിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കൊടവേഗത്തും അതുകൊണ്ടാണ് അത് മഷൂറാകാതെ കബർ ഏതാണെന്ന് ദരിയാകാതെ പറഞ്ഞു. എന്നാൽ 5-8 വർഷം മുമ്പ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോർട്ടിനും സമീപമുള്ള തെക്കേ പള്ളിയിലാണ് മഹാനവരുടെ കബർ ഇപ്പൊ പറയുന്നത് മാത്രമേ അവിടെ വലിയ ബോധിപ്പിച്ചിട്ടു. ഇത് എന്തായാ എന്ന് മുതൽ അങ്ങോട്ടായാലും പണ്ട് മുഹമ്മദ് സാഹിബിന്റെ മക്കാമിനെ കുറിച്ച് കുഞ്ഞിപ്പള്ളിയിലാണ് പണ്ടാനി അയച്ചപ്പോ എന്ന് മുതൽ അങ്ങോട്ടായത് എന്ന് സ്വർഗപ്രഭോസ്തൻ ചോദിക്കാറുണ്ട് എന്ന് സ്വർഗപ്രഭോസ്താനി ശിഷ്യന്മാരും പലരും പറയാറുണ്ട്. പോലെ തെക്ക് മുതൽ തെക്ക് പള്ളിയിൽ കടക്കുന്ന അറിയില്ല. തെക്ക് പള്ളിയെ കടക്കുന്നത് മുഹമ്മദ് ബിൻ അലി സന്നാനി എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞ നേരത്തെയുള്ള 4 ഉസ്താദുമാരുടെയും ശിഷ്യനാകുന്ന സുപ്രസിദ്ധ ഹരിയാകുന്ന തുഹ്ഫത്തുൽ വറദിയ്യ എന്ന കിതാബിന്റെ പണ്ട് മുബാറക്ക് എന്നുള്ള ആ സുപ്രസിദ്ധ ആ മാസികന്റെ ഒപ്പം വേറെ പലയിറക്കി, അതിൽ കൂടുതൽ എഴുതിറക്കി. ഈ തുഹ്ഫത്തുൽ വറദിയ്യ മുഹമ്മദ് ബിൻ അലി സന്നാനിയുടെ മുഹമ്മദ് മുസ്ലിയാർ. ഈ മുഹമ്മദ് മുസ്ലിയാരാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പൊന്നാനിക്കാരായ കുറെ ആളുകൾ പറയുന്നു. മഷൂറായാലും പ്രസിദ്ധമായും ഒക്കെ ബഹുമാനപ്പെട്ടവർ കോടമ്പേകം ഖബർസ്ഥാനിലാണ് മധ്യവിശ്രമവും കൊള്ളുന്നത്. ആയതിനാൽ തന്നെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഒരു മുഖ്തസറായിരുന്ന പറയാനാണ് പരമാവധി ജാമ്യമായി ആക്കാൻ നോക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുസ്സാലിഹീന കഫാറയാക്കി ഇതൊന്ന് മാറ്റി തരുമാറാവട്ടെ. അർഹമുർ-റഹീമായ ജബ്ബാറായ അലീസിയായ നമ്മുടെ ഈ ഉസ്താദുമായി മാതാപിതാക്കളിൽ നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളുടെ വ്യക്തിത്വങ്ങൾ അത് കാരണമായി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹത്തിൽ നന്നാക്കണേ അള്ളാ. അതായത് സൂഖുൽ ഖാത്തിമ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പഠിച്ചിട്ടില്ല അള്ളാ. ഹിദായത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നിലനിർത്തണേ അള്ളാ. മരണം വരെ തീർച്ചയായും വിശദമായി സംഭവിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാ. ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ ത്വാഅത്തിനായി നിൽക്കണേ അള്ളാ. ഇമാം മുനായിം റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ മിഷ്കാത്തുൽ മസാബിഹിന്റെ വ്യാഖ്യാനമാകുന്ന ഇർബാത്തുൽ മഫാദീഹിൽ രേഖപ്പെടുത്തി വെച്ചതുപോലെ അതിന് ആഫിയത്തു വസ്സലാമത്തു മിനൽ ബലാ, സർവ്വവിധ ആഫത്ത് മുസീബത്തിൽ നിന്നുള്ള രക്ഷക്കാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. ആ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകിയ ത്വാഅത്തിനായി ഞങ്ങൾക്ക് ദൂരമാക്കി നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മഖബൂലും മഖ്ബൂലുമായ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരെ മാതാപിതാക്കൾ അവരുടെ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാഹ്. വഫാത്തായി പോയ ഉസ്താദുമാർ മാതാപിതാക്കളുടെ ഉമ്മയടക്കം അല്ലാഹ് അവരുടെ കബറിന്റെ ജീവിതത്തിൽ റാഹത്താക്കണേ അല്ലാഹ്. ഉസ്താദുമാരുടെ അവരുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതയാത്രകളുടെ അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ അഹക്കലാക വറക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ അഹക്കലാക വറക്കത്തുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, റജബ് മാസത്തിന്റെ മോചിതനാണെന്നുള്ള ഹദീസിന്റെ റസൂലുള്ളാഹി അതിനനുസൃതമായ നരകത്തിൽ നിന്നുള്ള മോചിതരാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരോടും